ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ടുവാർഡ്സ് എ 100-fold yield എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര്. മലയാളം മീഡിയം ക്ലാസ്സുകാർക്ക് വേണ്ട മലയാളം മീഡിയത്തിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതിലെടുത്ത് നോക്കുക. അല്ലെങ്കിൽ STD7 ബേസിക് സയൻസ് എന്നുള്ള പ്ലേലിസ്റ്റിൽ എടുത്ത് നോക്കിയാലും മതി കേട്ടോ. ഈ വർഷം നമ്മൾ എഡ്യൂമേറ്റ് 2.0 എന്നുള്ള ഒരു പുതിയൊരു ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ 1-2 ക്ലാസ്സിലെ ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കേരള സിലബസിന്റെ ക്ലാസ്സുകളായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ അനിയത്തിമാരോ കൂട്ടുകാരോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവർക്ക് നിങ്ങളുടെ ആ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ട ഓൺലൈൻ ട്യൂഷൻ നമ്മൾ ഓൾറെഡി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പാഠം തുടങ്ങുന്ന സമയത്ത് നോക്കൂ, ഒരു കുട്ടി ഒരു തൈ നടുന്നുണ്ട് അല്ലെ. വെൻ വിൽ മൈ മാംഗോ ട്രീ ബെയർ മാംഗോസ് ലൈക്ക് ദാറ്റ് ബിഗ് ട്രീ? ആ വലിയ മരത്തിനെ പോലെ എന്റെ ഈ ചെറിയ മാവ് മരവും, അതായത് ഈ കുട്ടി നടുന്ന ഈ മരവും എന്നാണ് നന്നായിട്ട് മാങ്ങകൾ ഉണ്ടാവുക എന്നാണ് ആ കുട്ടി ആലോചിക്കുന്നത്. ഹാവ് പേഷ്യൻസ്, യുവർ മാംഗോ ട്രീ വിൽ ഓൾസോ ഗിവ് യു ലോട്ട്സ് ഓഫ് മാംഗോസ് വിത്തിൻ 8 to 10 years. കേൾക്കുന്ന മാവ് എന്താ പറയുന്നത്? ക്ഷമയോടെ കാത്തിരിക്കെ 8-10 വർഷങ്ങൾക്കുള്ളിൽ നിന്റെ മാവും ഇതുപോലെ പൂത്ത് കായ്ക്കും. You may have seen different types of mango trees in your home and surroundings. Ask the elders in your home how long it will take for the mango saplings to grow and produce mangoes. അപ്പൊ നിങ്ങളുടെ ചുറ്റുപാടിലും നിങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള മാങ്ങകൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. നീളമുള്ള മാങ്ങ, ഉരുണ്ട മാങ്ങ, പഴുത്ത മാങ്ങ, മധുരമുള്ള മാങ്ങ, പഴുത്ത മാങ്ങ എന്നല്ല സോറി, പുളിപ്പുള്ള മാങ്ങ, മധുരമുള്ള മാങ്ങ തുടങ്ങിയിട്ടുള്ള നിരവധി വ്യത്യസ്ത ടൈപ്പ് ഓഫ് മാംഗോസ് ഉണ്ട്. ഇതെല്ലാം ഓരോന്നും ഓരോ തൈയിൽ നിന്ന് വലുതായി മാങ്ങ തരാൻ അല്ലെങ്കിൽ കായ് തരാൻ എത്ര കാലം എടുക്കും, എത്ര വർഷം എടുക്കും എന്നൊക്കെ നിങ്ങളുടെ വീട്ടുകാരോട് ചോദിച്ചു മനസ്സിലാക്കുക. വാട്ട് ആർ യുവർ എക്സ്പെക്ടേഷൻസ് വൈൽ പ്ലാന്റിംഗ് ആൻഡ് ന്യൂച്ചറിംഗ് എ മാംഗോ സാപ്ലിംഗ്? നിങ്ങളൊരു മാവിന്റെ ഒരു തൈ നട്ട് അതിനെ പരിപാലിക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയായിരിക്കും? ആ മാവിൽ നിന്ന് എങ്ങനെയുള്ള മാമ്പഴം കിട്ടണം എന്നാണ് നിങ്ങൾ കരുതുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത്? ഷുഡ് ഗെറ്റ് എ ലോട്ട് ഓഫ് മാംഗോസ്, ഒരുപാട് മാമ്പഴങ്ങൾ കിട്ടണം. മസ്റ്റ് സ്റ്റാർട്ട് yielding അറ്റ് ദ ഏർലിയസ്റ്റ്, പെട്ടെന്ന് തന്നെ കായ്ക്കണം. മാംഗോസ് ഷുഡ് ബി സ്വീറ്റ്, മധുരമുള്ള മാങ്ങകളായിരിക്കണം അല്ലെ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കൂ അല്ലെ. നല്ല മധുരമുള്ള മാമ്പഴത്തിന്റെ കുരുവൊക്കെ അല്ലെ നമ്മൾ നട്ട് ഉണ്ടാക്കുകയുള്ളൂ. Aren't our goals the same while cultivating fruits, vegetables or cereals too? ഈ സെയിം കണ്ടീഷൻ, അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നോക്കുക, പെട്ടെന്ന് വിളവ് തരണം, നല്ല കായ്ഫലം തരണം, നല്ല ഗുണമേന്മയുള്ളതാവണം എന്നുള്ളത് ഫ്രൂട്ട്സിന് മാത്രമല്ല, വെജിറ്റബിൾസിനും ക്രോപ്സിനും ബാക്കിയുള്ള ക്രോപ്സിനും ഒക്കെ നമ്മൾ നോക്കുന്ന ചില കണ്ടീഷൻസ് ആണ്. ഷുഡ് yield ക്വിക്ലി, എന്തൊക്കെയാണ് മക്കളെ നോക്കുന്നത്? നമ്മൾ പെട്ടെന്ന് വിളവ് തരണം. മസ്റ്റ് yield plenty, ഒരുപാട് വിളവ് തരണം. yield should have good quality, നല്ല ഗുണമേന്മയുള്ള വിളവായിരിക്കണം. What things are to be taken care of to achieve this? Discuss with your friends and write in your science diary. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിനുവേണ്ടി ശ്രദ്ധിക്കണം? ഗുഡ് സീഡ്സ് ഓർ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഷുഡ് ബി യൂസ്ഡ്, നല്ല വിത്തുകളോ അല്ലെങ്കിൽ നല്ല തൈകളോ ഒക്കെ നടാനായിട്ട് ഉപയോഗിക്കണം. അതുപോലെ ഫെർട്ടൈൽ സോയിൽ, നല്ല വളക്കൂറുള്ള മണ്ണിൽ വേണം നമ്മൾ നടാനായിട്ട്. ഫേവറബിൾ ക്ലൈമറ്റ്, നല്ല അനുകൂലമായ കാലാവസ്ഥയായിരിക്കണം. പെസ്റ്റ് ആൻഡ് വീഡ്സ് ഷുഡ് ബി കൺട്രോൾഡ്, കീടങ്ങളും കളങ്ങളും കീടനിയന്ത്രണവും കളകളൊക്കെ നിയന്ത്രിക്കണം. ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇറിഗേഷൻ ഷുഡ് ബി ഡൺ, അതുപോലെ നല്ല വളവും അതുപോലെ ആവശ്യമുള്ള വെള്ളവും ജലലഭ്യതയും ഉറപ്പുവരുത്തണം. അതിൽ നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ആയിരുന്നു. ഇനി അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാം. Haven't you heard the proverb വിത്ത് ഗുണം 10 ഗുണം? വാട്ട് ഡസ് ഇറ്റ് മീൻസ്? നിങ്ങൾ വിത്ത് ഗുണം 10 ഗുണം എന്നുള്ള ഒരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് എന്താ മക്കൾ അർത്ഥമാക്കുന്നത്? വിത്ത് നന്നായാൽ, നല്ല ഗുണമേന്മയുള്ള വിത്തായാൽ 10 ഇരട്ടി നമുക്ക് കായ്ഫലം തരും, അല്ലെങ്കിൽ 10 ഇരട്ടി നമുക്ക് വിളവ് തരുമെന്നാണ് അല്ലെ. ഓഫ് ദി പിക്ചേഴ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. ഒരു പാവയ്ക്കയാണ്. ആ പാവയ്ക്ക ബിറ്റർ ഗൗഡ്, നല്ല പോലെ കാഴ്ച നിൽക്കുന്ന ബിറ്റർ ഗൗഡ്, അത് റൈപ്പൻ ചെയ്ത് നല്ല പഴുത്ത് പാകമായത്. പിന്നെ അതിന്റെ സീഡ്. Where are seeds formed? What about fruits? എവിടെയാണ് സീഡ്സ് ഉണ്ടാവുന്നത്? ഫ്രൂട്ട്സിലാണ് അല്ലെ. ഫ്രൂട്ട്സിനുള്ളിലാണ് സീഡ്സ് ഉണ്ടാവുന്നത്. ഫ്രൂട്ട്സ് എവിടെയാണ്? ഫ്രൂട്ട്സ് ഒരു പ്ലാന്റിലാണ് ഉണ്ടാവുന്നത്. വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡർഡ് വൈൽ സെലക്ടിങ് ദ ബെസ്റ്റ് സീഡ്സ്? നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഘടകങ്ങൾ, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? Good quality seeds should be selected for better yield. For this, the respective plant and fruits should also have good quality. അപ്പൊ നല്ല വിത്ത് വേണമെങ്കിൽ അതിനനുസരിച്ച് നല്ല
കായയും അല്ലെങ്കിൽ നല്ല ഫ്രൂട്ടും നല്ല തൈയും വേണം. നല്ല മരത്തിലെ നല്ല കായ ഉണ്ടാവുകയുള്ളൂ. നല്ല കായാണെങ്കിൽ മാത്രമേ നല്ല വിത്ത് ലഭിക്കുകയുള്ളൂ. ലുക്ക് അറ്റ് ദീസ് പ്ലാന്റ്സ്. ഇനി താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. വിച്ച് ഓഫ് ദീസ് പ്ലാന്റ്സ് വുഡ് യു ചൂസ് ടു കളക്ട് സീഡ്സ് ഫ്രം വൈ? താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിലെ ഏത് പ്ലാന്റിൽ നിന്നാണ് നിങ്ങൾ വിത്ത് സെലക്ട് ചെയ്യുക? ഒന്നാമത്തെ പ്ലാന്റ് നോക്കൂ, നല്ല കായ്ഫലം ഉണ്ടല്ലേ, ഒരുപാട് കായകൾ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തേതിൽ വളരെ കുറച്ച് കായകൾ മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് പ്ലാന്റിൽ നിന്നായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. കാരണം നന്നായിട്ട് കായ്ക്കുന്ന മരത്തിൽ നിന്ന് നമ്മൾ നല്ല വിത്തുകൾ എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ വിത്തിലെ നന്നായിട്ട് നല്ല കായ്ക്കുക അല്ലെങ്കിൽ നല്ല വിളവ് തരിക എന്നുള്ളൊരു ഗുണമേന്മ ആ വിത്തിനെ ഉണ്ടാവുകയുള്ളൂ. You know that a single plant can produce many fruits. Fruits from which harvesting stage should be selected to get good seeds. ഒരുപാട് കായ്ക്കുന്ന എന്താണ് പ്ലാന്റ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ ഒരു സിംഗിൾ പ്ലാന്റിൽ തന്നെ ഒരുപാട് തവണ കായകൾ ഉണ്ടാവും. ആദ്യം ആ പ്ലാന്റ് ഭാഗമായിട്ട് ഫസ്റ്റ് കായ്ക്കുന്ന ഒരു എന്താ പറയാ ഒരു ഫ്രൂട്ട് ഉണ്ടായിരിക്കും. പിന്നെ ഒരുപാട് അതിന് മിഡിൽ സ്റ്റേജിലായിട്ട് വീണ്ടും വീണ്ടും ആ കായ വിത്താവുമ്പോഴേക്ക് വീണ്ടും ഒരുപാട് കായകൾ ഉണ്ടാവും. വീണ്ടും വീണ്ടും അങ്ങനെ അവസാനം ആ പ്ലാന്റിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആവുന്നത് വരെ അത് നമുക്ക് വിളകൾ തന്നുകൊണ്ടിരിക്കും അല്ലെ, വിളവ് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്നുള്ള ഏത് സീഡാണ് അല്ലെങ്കിൽ ഏത് ഫ്രൂട്ടിന്റെ ഏത് സീഡാണ് ഏത് സ്റ്റേജിലാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക? ഏറ്റവും നല്ലത് മിഡിൽ സ്റ്റേജിലുള്ള പ്ലാന്റിന്റെ മിഡിൽ സ്റ്റേജിലുള്ള ഒരു സീഡ് എടുക്കുന്നതാണ്. അതായത് ആദ്യം കഴിച്ചതും പാടില്ല, അവസാനത്തേക്കുള്ളതും പാടില്ല, മിഡിൽ സ്റ്റേജിലുള്ളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആർ ദ ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേജസ് ഓഫ് ദ ലൈഫ് സ്പാൻ ഓഫ് പ്ലാന്റ്സ് ഐഡിയൽ ഫോർ സീഡ് കളക്ഷൻ? നോ. ഇനീഷ്യൽ സ്റ്റേജിലും ഫൈനൽ സ്റ്റേജിലും ഉള്ള ഫ്രൂട്ട്സ് എടുക്കുന്നത് നല്ലതല്ല, അല്ലെങ്കിൽ അത് നമ്മൾ വിചാരിച്ചതുപോലെയുള്ള ക്വാളിറ്റീസ് നമുക്ക് തരില്ല. സീഡ് ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ദ റൈപ്പൻഡ് ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ മിഡിൽ ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. ആ ചെടിയുടെ ജീവിത കാലഘട്ടത്തിനുള്ള മിഡിൽ സ്റ്റേജിൽ ഉണ്ടാവുന്ന നല്ല പഴങ്ങളുടെ പഴുത്ത പഴങ്ങളുടെ നല്ല സീഡ്സ് വേണം എടുക്കാനായിട്ട്. കാരണം അങ്ങനെയുള്ള ഫ്രൂട്ട്സിനായിരിക്കും മദർ പ്ലാന്റിന്റെ ഒട്ടുമിക്ക ഗുണങ്ങളും കിട്ടിയിട്ടുണ്ടായിരിക്കുക. Plants like lady's finger and pea contain numerous seeds in a single fruit. Can all these seeds be used for the production of seedlings? How can we select the best seeds from them? ഇനി വെണ്ടയ്ക്ക അല്ലെങ്കിൽ പയറ് പോലെയൊക്കെയുള്ള വെജിറ്റബിൾസിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫ്രൂട്ട്സിൽ ഒരുപാട് വിത്തുകൾ, ഒരു കായൽ തന്നെ ഒരുപാട് വിത്തുകൾ ഉണ്ടായിരിക്കും. അതിലെ എല്ലാ വിത്തുകളും നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുമോ? ഇല്ല. അപ്പൊ ഒരു വിത്ത് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? Take a few pea seeds, select the best seeds from the based on the following factors. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ് അതിന്റെ ഷേപ്പ്, അതിന്റെ സൈസ്, അതിന്റെ വെയിറ്റ്, അതുപോലെ അതിന്റെ സീഡ് കോട്ട്, അതിന്റെ പുറന്തോടുന്ന എന്തെങ്കിലും കേടുണ്ടോ കേടില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുക. സോ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് വൈൽ സെലക്ടിങ് സീഡ്സ് ആർ ഗിവൺ ബിലോ. പുട്ട് എ ടിക്ക് മാർക്ക് ഇൻ ദ അപ്രോപ്രിയേറ്റ് ബോക്സ്. ഓരോ പ്ലാന്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, സീഡ് സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഓരോ ഫാക്ടേഴ്സ് എങ്ങനെയൊക്കെയുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് കറക്റ്റ് ആയിട്ടുള്ളതിന് നിങ്ങളോട് ടിക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യത്തേത് പ്ലാന്റ് സെലക്ടഡ് ഫോർ സീഡ് കളക്ഷൻ. വിത്ത് ശേഖരണത്തിനായി എടുക്കുന്ന ചെടിയുടെ എന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ലോ ഈൽഡിംഗ്, കുറവ് വിളവ് തരുന്നത്. ഹൈ ഈൽഡിംഗ്, നല്ല വിളവ് തരുന്നത്. ഹെൽത്തി പ്ലാന്റ്, നല്ല ആരോഗ്യമുള്ള ചെടിയിൽ നിന്നാവണം. ഇൻഫെക്റ്റഡ് പ്ലാന്റ്, എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ബാധിച്ച പ്ലാന്റ്. സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, വളർച്ച മുരടിച്ച പ്ലാന്റ്. സോ ഇതിൽ ഹൈ ഈൽഡിങ്ങും ഹെൽത്തി പ്ലാന്റുമാണ് നമ്മൾ നോക്കേണ്ടത്. രണ്ടാമത് ഫ്രൂട്ട് സെലക്ടഡ് ഫോർ സീഡ് കളക്ഷൻ. സീഡ് കളക്ഷന് വേണ്ടി സെലക്ട് ചെയ്യുന്ന ഫ്രൂട്ടിന്റെ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. പ്ലാന്റിന്റെ ആദ്യമായിട്ട് കായ്ക്കുന്ന ഫ്രൂട്ട് ആയിരിക്കണം. ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ, അവസാനം കായ്ക്കുന്ന ഫ്രൂട്ട് ആയിരിക്കണം. ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ, ആ ചെടിയുടെ മിഡിൽ സ്റ്റേജിലായിട്ട് കായ്ക്കുന്ന ഫ്രൂട്ട് ആയിരിക്കണം. ഫുള്ളി റൈപ്പണ്ട്, നന്നായിട്ട് പഴുത്തതായിരിക്കണം. നോട്ട് റൈപ്പണ്ട്, പഴുത്തിട്ടില്ലാത്തതായിരിക്കണം. അപ്പൊ ഇതില് മിഡിൽ ലൈഫ് സ്പാൻ സ്റ്റേജിലുള്ളതും അതുപോലെ ഫുള്ളി റൈപ്പൻഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഇനി സീഡ് സെലക്ടഡ്, എങ്ങനെ ഉള്ള വിത്തുകളാണ് തിരഞ്ഞെടുക്കുക? ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, നല്ല കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് ഉള്ളത്. ഹാവ് നോർമൽ ആയിട്ടുള്ള വെയിറ്റ് ഉള്ളത്, ഭാരമുള്ളത്. ഹാവ് ഡാമേജ്ഡ് സീഡ് കോട്ട് കേടായത്. ലൈറ്റ് വെയിറ്റ്, ഭാരം കുറഞ്ഞത്. നോർമൽ സൈസ് ഉള്ളത്. സോ ഇതിൽ ഡെഫിനിറ്റ് ഷേപ്പും നോർമൽ വെയിറ്റും നോർമൽ സൈസും ഉള്ള സീഡ് വേണം സെലക്ട് ചെയ്യാൻ. ഗുഡ് ക്വാളിറ്റി സീഡ് ഷുഡ് ബി സെലക്ടഡ് ഫോർ ബെറ്റർ yield. ഫോർ ദിസ് ദ റെസ്പെക്റ്റീവ് പ്ലാന്റ് ആൻഡ് ഫ്രൂട്ട് ഷുഡ് ഓൾസോ ഹാവ് ഗുഡ് ക്വാളിറ്റി. നല്ല വിളവ് തരണമെങ്കിൽ നമുക്ക് നല്ല വിത്ത് വേണം. നല്ല വിത്ത് കിട്ടണമെങ്കിൽ നല്ല പ്ലാന്റും നല്ല ഫ്രൂട്ടും നമ്മൾ തിരഞ്ഞെടുക്കണം. Are new plants formed only from seeds? Observe the pictures given below. From which part of these plants do saplings form?
അപ്പൊ വിത്തുകളിൽ നിന്ന് മാത്രമാണോ നമ്മൾ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്? നോ, അല്ല. പിന്നെ നമുക്കിവിടെ താഴെ കറി ലീവ്സ്, ജിഞ്ചർ പ്ലാന്റ്, ബ്രയോഫിലം, അതായത് നമ്മുടെ ഇലമുളച്ചി, പെപ്പർ പ്ലാന്റ്, ഇത്രയും ചെടികളുടെ ചിത്രം തന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊന്നും ഇവയൊന്നും വിത്ത് സീഡ് പ്രൊപ്പഗേറ്റ് ചെയ്തല്ല പുതിയ ചെടികൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഏതൊക്കെയാണ്? കറി ലീഫ് പ്ലാന്റില് റൂട്ടാണ്, ജിഞ്ചർ പ്ലാന്റില് ട്യൂബേഴ്സ് ആണ്, ബ്രയോഫിലത്തിൽ ലീഫാണ്, പെപ്പർ പ്ലാന്റിന് സ്റ്റെം ആണ്. Haven't you understood that new plants are formed from parts like root, stem, leaf, and underground stem? Saplings can be formed not only from seeds but also from these parts. Hence, these parts are also planting materials. അപ്പൊ സീഡ്സിൽ നിന്ന് മാത്രമല്ല, നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റെമ്മിൽ നിന്നും ലീഫിൽ നിന്നും ട്യൂബേഴ്സ് അല്ലെങ്കിൽ അണ്ടർ സ്റ്റെമ്മിൽ നിന്നും ഒക്കെ എന്താണ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിൽ നിന്നും ഒക്കെ എന്താണ് മക്കളെ, നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. സോ ഇതെല്ലാം പ്ലാന്റിംഗ് മെറ്റീരിയൽസ് തന്നെയാണ്. ഇനി നമുക്ക് ഈ പാർട്സിൽ ഏതൊക്കെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷനും എന്ന് നോക്കാം. ദി പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ന്യൂ സാപ്ലിംഗ്സ് ഫ്രം ദ വെജിറ്റേറ്റീവ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം, ലീഫ്, underground stem is called vegetative propagation. This is a kind of sexual reproduction. Seeds are formed through sexual reproduction. Seedlings are germinated from seeds too. അപ്പൊ നമ്മൾ പഠിച്ച പ്ലാന്റ് പാർട്സ് ആയ റൂട്ട്, സ്റ്റെം, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം തുടങ്ങിയിട്ടുള്ള പാർട്സിൽ നിന്നാണ് പുതിയ പ്ലാന്റ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രൊപ്പഗേഷനെ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നാണ് പറയുക. കാരണം ഈ പാർട്സിനൊക്കെ നമ്മൾ വെജിറ്റേറ്റീവ് പാർട്സ് എന്നാണ് പറയുന്നത്. എന്നാൽ സീഡ് വഴിയാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, അതൊരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. കാരണം സീഡ് വഴി ഒരു പ്ലാന്റ് ജെർമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ബാക്കി വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ നമുക്ക് വേണമെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നും പറയാം. Find out examples for plants which reproduce through vegetative propagation and sexual reproduction. Write them in the science diary. ഇത് നമുക്ക് ചുറ്റുമുള്ള ചില പ്ലാന്റ്സ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും ഉണ്ട്, അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. അത് ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്നും ഈ പട്ടികയിൽ, ഈ ടേബിളിൽ എഴുതണം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ റൂട്ട്, സ്റ്റെം, ലീഫ്, അണ്ടർഗ്രൗണ്ട് സ്റ്റെം അങ്ങനെ 4 ആക്കി തിരിച്ചിട്ടുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ത്രൂ സീഡ്. അപ്പൊ അതിന് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ആദ്യം ത്രൂ റൂട്ട് നോക്കാം. ബ്രെഡ് ഫ്രൂട്ട്, കറി ലീഫ്, നീം, ജാസ്മിൻ. സ്റ്റെം വഴിയുള്ളതിന് എക്സാമ്പിൾ ആണ് മൊരിങ്ങ, ഷൂ ഫ്ലവർ, ടാപ്പിയോക്ക, റോസ്. ലീഫ് വഴിയുള്ളതിന് എക്സാമ്പിൾസ് ആണ് ബ്രയോഫിലം, ബെഗോണിയ, സ്നേക്ക് പ്ലാന്റ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം വഴിയുള്ളതിന് എക്സാമ്പിൾസ് ആണ് ഡിസോറിയ, ജിഞ്ചർ, ഓണിയൻ, ടേമറിക് തുടങ്ങിയവ. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ അഥവാ സീഡ് വഴിയുള്ളതിന് എക്സാമ്പിൾസ് ആണ് മൊരിങ്ങ, ടൊമാറ്റോ, ബ്രിഞ്ചാള്, പീ തുടങ്ങിയിട്ടുള്ളവ. അപ്പൊ നമുക്ക് ഈ ടേബിൾ നോക്കിയാൽ തന്നെ അറിയാം, മുരിങ്ങയിൽ സീഡ് വഴിയും അതുപോലെ സ്റ്റെം വഴിയും എന്താണ് റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അല്ലെ. അതായത് ബോത്ത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ്. ഇൻ മുരിങ്ങ, യങ് പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം സീഡ്സ് ആൻഡ് ബൈ പ്ലാന്റിംഗ് സ്റ്റെം കട്ടിംഗ്സ്. ക്യാൻ യു ഫൈൻഡ് മോർ എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ്സ് which can reproduce both through sexual reproduction and vegetative propagation? ഇത്തരത്തില് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആയിട്ടും അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിട്ടും പ്രൊപ്പഗേഷൻ നടക്കുന്ന കൂടുതൽ പ്ലാന്റ്സിന് എക്സാമ്പിൾസ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് എക്സാമ്പിൾസ് ആണ് ഷീമക്കൊന്ന, മുരിങ്ങ, കറി ലീഫ്, ചൈന റോസ്, തേക്ക് തുടങ്ങിയിട്ടുള്ളവയൊക്കെ. സെലക്ഷൻ ഓഫ് പ്രോപ്പർ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഈസ് ആസ് ഇമ്പോർട്ടന്റ് ആസ് സെലക്ഷൻ ഓഫ് ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഫോർ കൾട്ടിവേഷൻ. നല്ല വിത്ത് തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെയാണ് നല്ല പ്ലാന്റിംഗ് മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കുന്നത് കൊണ്ടും കൾട്ടിവേഷൻ നമുക്ക് ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും. കെയർ ഷുഡ് ബി ടേക്കൻ ടു ചൂസ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഫ്രം പ്ലാന്റ്സ് ദാറ്റ് ഹാവ് സുപ്പീരിയർ ക്വാളിറ്റി. നല്ല ഗുണമേന്മയുള്ള ചെടികളിൽ നിന്ന് തന്നെ അതുകൊണ്ട് നമ്മൾ പ്ലാന്റിംഗ് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ലിസൺ ടു ദ കോൺവെർസേഷൻ ഓഫ് ദീസ് ചിൽഡ്രൻ. ഇനി താഴെ നമുക്ക് 2 കുട്ടികളുടെ കോൺവെർസേഷൻ തന്നിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ചു വായിക്കൂ. Wow, the guava is big. It is ripe also. Can I have its stem cutting for planting? ഒരു കുട്ടി പറയണ ആ പേരയ്ക്ക് നല്ല പഴുത്തതാണ്, നല്ല വലുതുമാണ്, എനിക്ക് അതിന്റെ ഒരു സ്റ്റെം തരുമോ? എന്തിനായിരിക്കും? നടാൻ വേണ്ടിയിട്ടല്ലേ? Sure, I will give you both the stem cutting and the fruit. But can the stem of guava plant sprout? Won't it take years for the seeds to grow into a tree and yield fruits? തീർച്ചയായിട്ടും ഞാൻ നിനക്ക് ഒരു സ്റ്റെമ്മും തരാം, അതുപോലെ തന്നെ ഈ പേരയ്ക്കയും തരാം. പക്ഷെ ഗുവ പ്ലാന്റ് നമുക്ക് സ്റ്റെമ്മിൽ നിന്ന് ശരിക്കും ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ അതിൽ ഉണ്ടാവാൻ, അത് വളർന്ന് വലുതായിട്ട് അതിൽ കായ ഉണ്ടാവാൻ ഒരുപാട് വർഷങ്ങൾ എടുക്കില്ലേ എന്നാ കുട്ടി തിരികെ സംശയം ചോദിക്കണം.
What can be done to produce saplings that have all the qualities of this guava plant and can bear fruits in a short span? അപ്പോൾ ഈ പേരക്കയുടെ എല്ലാ ക്വാളിറ്റീസും അടങ്ങിയിട്ടുള്ള മറ്റൊരു പേരക്ക അത് ആ ട്രീയിൽ ഉണ്ടാവണമെങ്കിൽ, അതും ഷോർട്ട് സ്പാനിൽ കുറഞ്ഞ കാലം കൊണ്ട് ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റും? ഇന്ന് ഒരുപാട് മെത്തേഡ്സ് അതിനായിട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. യു ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആർ ഫോംഡ് ത്രൂ പോളിനേഷൻ. പോളിനേഷൻ വഴിയാണ് ഫ്രൂട്ട്സും സീഡ്സും ഉണ്ടാവുന്നതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഡു ദ പ്ലാന്റ്സ് ദാറ്റ് ഫോംഡ് പോസസ് ഓൺലി ദ ക്വാളിറ്റീസ് ഓഫ് ദ മദർ പ്ലാന്റ്? അങ്ങനെ പോളിനേഷൻ വഴി ഉണ്ടാവുന്ന പ്ലാന്റ് മദർ പ്ലാന്റിന്റെ ക്വാളിറ്റീസ് മാത്രമാണോ കാണിക്കുക? അല്ല. What if a new plant is formed from stem cutting? Would it have the same qualities as the mother plant? എന്നാൽ ഒരു സ്റ്റെം കട്ടിംഗ് വഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ പ്ലാന്റിന് മദർ പ്ലാന്റിന്റെ ക്വാളിറ്റീസ് മാത്രമായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കുക. സ്റ്റെം കട്ടിങ്സ് ഓഫ് ഷൂ ഫ്ലവർ, ടാപ്പിയോക്ക, സ്വീറ്റ് പൊട്ടറ്റോ എക്സെട്ര സ്പ്രൗട്ട് ഈസിലി. ഇത്തരത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്റ്റെം കട്ടിംഗ് വഴി ഉണ്ടാക്കിയെടുക്കുന്ന ചെമ്പരത്തി, കപ്പ, സ്വീറ്റ് പൊട്ടറ്റോ ഇതൊക്കെ പെട്ടെന്ന് തന്നെ സ്പ്രൗട്ട് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. What if we can grow roots from stem? If it can be done, won't the guava plant grow and bear fruits much earlier? Let's do it. നമുക്ക് ഇത്തരത്തിൽ സ്റ്റെം കട്ടിംഗ് വഴി പുതിയ ഗുവ പ്ലാന്റ് ഒക്കെ പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതിലൊന്നാമത്തെ മെത്തേഡ് ലെയറിംഗ്. In plants such as guava, sapota, java apple, that means chamba, almond and fig fruiting can be induced in the stem of mother plant. This stem with roots can be cut and planted. Let's get familiar with the stages of layering in a guava plant. Guava, sapota, chamba, അതുപോലെ തന്നെ ആൽമണ്ട്, ബദാം തുടങ്ങിയ പ്ലാന്റിലൊക്കെ മദർ പ്ലാന്റിന്റെ സ്റ്റെം കട്ട് ചെയ്ത് അതിൽ വേര് മുളപ്പിച്ച് പ്ലാന്റ് ആക്കി മാറ്റുന്ന പ്രോസസ്സിങ്, ഈ പ്രോസസ്സിങ്ങിനെയാണ് നമ്മൾ ലെയറിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു ഗുവ പ്ലാന്റിന്റെ ലെയറിംഗ് ആണ് നമുക്ക് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേജിൽ സെലക്ട് എ പെൻസിൽ സൈസ്ഡ് സ്റ്റെം ഓഫ് ദ മദർ പ്ലാന്റ്. ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് ഇറ്റ് ഫ്രം ദ മെയിൻ സ്റ്റെം. Make a cut of 2 to 3 centimeter length in a circular shape on the bark in between two nodes of the stem. മദർ പ്ലാന്റിൽ നിന്ന് ഒരു പെൻസിൽ സൈസ്ഡ് ഉള്ള ഒരു പെൻസിലിന്റെ അത്ര വലുപ്പത്തിലുള്ള ഒരു സ്റ്റെം കട്ട് ചെയ്യുക. ഈ കട്ട് ചെയ്യുന്ന സ്റ്റെം മെയിൻ ആയിട്ടുള്ള മദർ പ്ലാന്റിന്റെ മെയിൻ സ്റ്റെം ഉണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് പൊട്ടി വരുന്ന സ്റ്റെം ആയാൽ ഏറ്റവും നല്ലതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത ഈ സ്റ്റെമ്മിൽ എന്ത് ചെയ്യുക, ഒരു 2 to 3 സെന്റിമീറ്റർ അതിന്റെ നോഡില് ഒരു റിംഗ് ഷേപ്പ് സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് സ്റ്റേജ്, അപ്ലൈ എ സ്ലൈറ്റ്ലി വെറ്റ് മിക്സ്ചർ ഓഫ് കോക്കോപീറ്റ് സോയിൽ ആൻഡ് കൗ ഡങ് പൗഡർ ടു ദിസ് ഏരിയ. റാപ്പ് ദിസ് ഏരിയ വിത്ത് എ പോളിത്തീൻ ബാഗ്. വാട്ടർ ദ ഏരിയ ഇഫ് റിക്വയർഡ്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത ഈ ഭാഗത്ത് നമ്മുടെ ചകിരിച്ചോറും ചാണകപ്പൊടിയും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് അത് നല്ലൊരു കെട്ടി ഭദ്രമാക്കി വെക്കുക. എന്നിട്ട് മദർ പ്ലാന്റിന്റെ ആ കട്ട് ചെയ്ത ഭാഗത്ത് തന്നെ എന്ത് ചെയ്യുക, ഇതൊരു പോളിത്തീൻ കവർ വെച്ചിട്ട് കെട്ടിവെക്കുക. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെള്ളം നനച്ചു കൊടുക്കുകയും ചെയ്യാം. തേർഡ് സ്റ്റേജ്, റൂട്ട്സ് വിൽ സ്പ്രൗട്ട് ഇൻ ദ ഏരിയ ഓഫ് ലെയറിംഗ് വിത്തിൻ 2 months. Cut the stem just below the area of layering and this can be planted in a flower pot or grow bag. When it starts growing, it can be replanted in the soil. അങ്ങനെ നമ്മൾ ഈ ലെയർ ചെയ്ത ഈ ഭാഗത്ത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം 2 മാസങ്ങൾക്ക് ശേഷം നമ്മുടെ റൂട്ട്സ് വരുന്നതായിട്ട് കാണാം. അപ്പൊ ഈ ലെയർ ചെയ്ത സ്റ്റെമ്മിന്റെ തൊട്ട് താഴെയായിട്ട് എന്ത് ചെയ്യാം, കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ആ പ്ലാന്റ് ഒരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഒരു ചട്ടിയിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ നടാവുന്നതാണ്. അതിനുശേഷം ഫർദർ കുറച്ചുകൂടെ ഗ്രോ ചെയ്ത ശേഷം നിങ്ങൾക്കത് മണ്ണിലേക്ക് മാറ്റി നടാം. അപ്പൊ എന്താണ് ലെയറിംഗ് എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാം? ലെയറിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്രൊഡ്യൂസിംഗ് പ്ലാന്റ് ലെഗ്സ് ബൈ കട്ടിംഗ് ആൻഡ് പ്ലാന്റിംഗ് ദ സ്റ്റെം ഓഫ് എ മദർ പ്ലാന്റ് ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട്സ് ഫ്രം ഇറ്റ്. മദർ പ്ലാന്റിന്റെ സ്റ്റെമ്മിൽ റൂട്ട്സ് മുളപ്പിച്ച ശേഷം അതിനെ പുതിയ തൈകളാക്കി മാറ്റി നടുന്ന പ്രോസസ്സാണ് എന്ത്, ലെയറിംഗ്. ഇനി ലെയറിംഗിൽ തന്നെ സെർപ്പന്റൈൻ ലെയറിംഗ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പ്രോസസ് കൂടെ ഉണ്ട്. അത് ഏതിലാണ്? ഇൻ പ്ലാന്റ്സ് ലൈക്ക് പെപ്പർ, ലെയറിംഗ് ക്യാൻ ബി ഡൺ ബൈ ബെൻഡിങ് ദ ലോങ് ബ്രാഞ്ചസ് ഇൻ ടു ദ സോയിൽ ആൻഡ് കവറിംഗ് ദ ബ്രാഞ്ചസ് വിത്ത് സോയിൽ അറ്റ് ഇന്റർവെൽസ്. ഇൻ ദിസ് വേ മൾട്ടിപ്പിൾ സാപ്ലിങ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് സൈമിൾട്ടേനിയസ്ലി ഫ്രം എ സിംഗിൾ ബ്രാഞ്ച്. നമ്മുടെ കുരുമുളക് പോലെയുള്ള ചെടികളിൽ അതിന്റെ നീണ്ട ഭാഗങ്ങൾ മണ്ണിലേക്ക് താഴ്ത്തി വെച്ച് മണ്ണ് കൊണ്ട് മൂടി അതിന്റെ മണ്ണിൽ എന്ത് വരും, വേര് വരും. അപ്പൊ ഈ ഓരോ വേരും ഓരോ നോഡിൽ വേര് വരുമ്പോൾ പിന്നീട് ഓരോ ചെടിയായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്ന പ്രോസസ്സാണ് സെർപ്പന്റൈൻ ലെയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഒത്തിരി പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിവിടെ പ്ലാന്റ്സ് വിത്ത് ഡിഫറെന്റ് ലെയറിംഗ് മെത്തേഡ്സ്, എയർ ലെയറിംഗ് അതായത് കോമൺ ആയിട്ട് കാണുന്ന ലെയറിങ്ങും പിന്നെ സെർപ്പന്റൈൻ ലെയറിങ്ങും അതായത് സോയിലുള്ള ലെയറിങ്ങും.
അതിന് രണ്ടിനും എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. എയർ ലെയറിങ്ങിന് എക്സാമ്പിൾസ് ആണ് ഗുവ, കാഷ്യൂ ട്രീ, സപ്പോട്ട, റോസ്, ജാവ, ആപ്പിൾ, ഫിഗ്, ആൽമണ്ട് തുടങ്ങിയവ. സെർപെന്റൈൻ ലെയറിങ്ങിന് എക്സാമ്പിൾ ആണ് ബോഗൻവില്ല, ജാസ്മിൻ, ബീറ്റൽ, പെപ്പർ, ഗ്രേപ്സ്, ക്രൈസാന്തിമം തുടങ്ങിയിട്ടുള്ളവ. കൺസിഡർ സം പെക്യുലാരിറ്റീസ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ലെയറിംഗ്. ലെയറിംഗ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്ലാന്റ്സിന്റെ കുറച്ച് പെക്യുലാരിറ്റീസ് ആണ് താഴെ തന്നിട്ടുള്ളത്. പൊസസ് ദ ക്വാളിറ്റീസ് ഓഫ് മദർ പ്ലാന്റ്. മദർ പ്ലാന്റിന്റെ അതായത് മാതൃസസ്യത്തിന്റെ എല്ലാ ക്വാളിറ്റീസും കാണിക്കും. സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ, ചെറിയ വലുപ്പവും അതുപോലെ വളരെ കുറഞ്ഞ ലൈഫ് സ്പാനും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്, പെട്ടെന്ന് തന്നെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അതുപോലെ ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് സിസ്റ്റം കാണുന്നില്ല. ടാപ്പ് റൂട്ട് സിസ്റ്റം ഒരു ഇത്തരത്തിൽ ലെയറിംഗ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ചെടിക്കും ഉണ്ടാവില്ല. റിക്വയർ മോർ കെയർ, കുറച്ചുകൂടെ അധികം പരിചരണം ആവശ്യമാണ്. ലിസ്റ്റ് ഔട്ട് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ലെയറിംഗ് റെക്കോർഡ് ഇൻ ദ സയൻസ് ഡയറി. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ലെയറിംഗ് ചെയ്യുന്ന പ്ലാന്റ്സിന്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് അത് രണ്ടും ആക്കിയിട്ട് തരം തിരിച്ച് എഴുതണം. ലെയറിംഗിന്റെ അഡ്വാൻറ്റേജസ് ആണ് പൊസസ് ദ ക്വാളിറ്റീസ് ഓഫ് മദർ പ്ലാന്റ്, ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് തുടങ്ങിയിട്ടുള്ളവ. ഡിസഡ്വാൻറ്റേജസ് ആണ് സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ, ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം, റിക്വയർ മോർ കെയർ എന്നിവ. ഇനി അവിടെ റൂട്ടിംഗ് ബൈ ഡിപ്പിംഗ് എന്നുള്ള ഒരു ചെറിയൊരു ഭാഗം നമുക്ക് വായിക്കാൻ തന്നിട്ടുണ്ട്. ഡിപ്പിംഗ് ദ ടിപ്പ് ഓഫ് സ്റ്റെം കട്ടിംഗ്സ് ഇൻ ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് പ്ലാന്റ് ഹോർമോൺസ് ലൈക്ക് ഓക്സിൻ സ്പീഡ്സ് അപ്പ് റൂട്ട് ഫോർമേഷൻ. This practice is widely used nowadays to enhance the success rate of vegetative propagation using stem cuttings. നമ്മൾ ലെയറിങ്ങിന് വേണ്ടിയിട്ട് മുറിക്കുന്ന സ്റ്റെമ്മിന്റെ അറ്റം, അതായത് അതിന്റെ ടിപ്പ് ഓക്സിൻ പോലുള്ള ഹോർമോൺ സൊല്യൂഷനിൽ മുക്കി വെക്കുന്നത് കൊണ്ട് പെട്ടെന്ന് റൂട്ട് ഫോർമേഷൻ, അതിന്റെ വേരുകൾ പെട്ടെന്ന് വളരാനായിട്ട് തുടങ്ങും. അത് എൻഹാൻസ് ചെയ്യിക്കും. അപ്പോൾ ഇന്ന് എന്താണ് ഇത്തരത്തില് പെട്ടെന്ന് പുതിയ പ്ലാന്റ്സ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാക്കിയെടുക്കുന്നതിന് വൈഡ്ലി എന്താണ് ഇത്തരത്തിലുള്ള ഡിപ്പിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത മെത്തേഡാണ് ഗ്രാഫ്റ്റിംഗ്. ലുക്ക് അറ്റ് ദ പിക്ചർ. യു നീഡ് എ സാപ്ലിംഗ് ഓഫ് ദിസ് മാംഗോ ട്രീ. ഈസ് ഇറ്റ് പോസിബിൾ ടു മേക്ക് ഇറ്റ് ത്രൂ ലെയറിംഗ്? നോക്കൂ, നമുക്ക് അവിടെ ഒരു മാംഗോ ട്രീയുടെ പിക്ചർ വന്നിട്ടുണ്ട്. ചെറിയ മാവ്, അതിൽ ഒരുപാട് മാങ്ങകൾ കായ്ച്ചു നിൽക്കുന്നുണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു മാവ് കണ്ടാൽ നമുക്കും തോന്നും എന്ത്, അതിന്റെ സ്റ്റെമ്മ് കിട്ടിയിരുന്നെങ്കിൽ, എന്താണ് അതുപോലെ ഒരു മാവ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് നന്നായിരുന്നു എന്ന് തോന്നും അല്ലെ. പക്ഷെ ഇതിന്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് ലെയറിംഗ് നടത്തൽ പോസിബിൾ ആണോ? നോ. It is difficult to induce roots in the stem of a mango tree. ഇത്തരത്തിൽ മാവിന്റെ തൈയിൽ നിന്നൊക്കെ അല്ലെങ്കിൽ മാവിന്റെ ഒരു കമ്പിൽ നിന്നൊക്കെ റൂട്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. സോ വാട്ട് അബൌട്ട് പ്ലാന്റിങ് സീഡ്സ്? വിത്ത് നടുന്നത് കൊണ്ടോ? വിത്ത് നട്ടാലും ഒരുപാട് വർഷം കഴിയും അല്ലെ അത് മുളച്ച് വലിയൊരു മാവായിട്ട് കായ്ക്കാനായിട്ട്. ഇറ്റ് ടേക്സ് ഇയേഴ്സ് ഫോർ ദ ട്രീ ടു yield mangoes. It need not have all the qualities of this mango tree. അങ്ങനെ ഉണ്ടായ ചെടിയിൽ തന്നെ ഈ മാംഗോ ട്രീ പൊസസ് ചെയ്യുന്ന എല്ലാ ക്വാളിറ്റീസും ഉണ്ടാക്കിക്കൊള്ളാം എന്നില്ല. Then how is it possible to produce a sapling with all the qualities of this mango tree? Let's check. അങ്ങനെയാണെങ്കിൽ ഈ മാവിന്റെ എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള പുതിയ സാപ്ലിംഗ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? യെസ്, അതിനുള്ള ഒരു മെത്തേഡാണ് ഗ്രാഫ്റ്റിംഗ്. The characteristics of two varieties of mango trees are given in the table. Analyze the table. രണ്ട് തരത്തിലുള്ള മാങ്ങകളുടെ മാംഗോ ട്രീന്റെ ക്വാളിറ്റീസ് നിങ്ങൾക്ക് അവിടെ താഴെ തന്നിട്ടുണ്ട്. നോക്കൂ, ഒന്ന് ഇൻഡിജിനിയസ് മാംഗോ ട്രീ, അതായത് നമ്മുടെ നാടൻ മാവ്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റിലേറ്റീവ്ലി സ്മോൾ മാംഗോ, ചെറിയ മാങ്ങ ആയിരിക്കും. സോർ ഓർ സ്വീറ്റ് മാംഗോ, പുളിപ്പും മധുരമുള്ള മാമ്പഴമായിരിക്കും. ഗ്രോസ് വെൽ ഇൻ അവർ സോയിൽ, നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരും. ഡസൻ നീഡ് സ്പെഷ്യൽ കെയർ, പ്രത്യേകിച്ച് പരിചരണമൊന്നും ആവശ്യമില്ല. അടുത്തത് നീലം മാംഗോ ട്രീ. നീലം മാങ്ങയുടെ ചില പ്രത്യേകതകൾ തന്നിട്ടുണ്ട്. ബിഗ് സൈസ്ഡ് മാംഗോ, വലിയ മാങ്ങകളായിരിക്കും. വെരി സ്വീറ്റ് മാംഗോ, നല്ല മധുരമുള്ള മാമ്പഴങ്ങളാണ്. ഡസൻ ഗ്രോ വെൽ ഇൻ അവർ സോയിൽ, നമ്മുടെ മണ്ണിൽ സാധാരണയായിട്ട് നന്നായിട്ട് വളരില്ല. നീഡ്സ് സ്പെഷ്യൽ കെയർ, പ്രത്യേക പരിചരണം ആവശ്യമുണ്ട്. വിച്ച് വെറൈറ്റി ഈസ് ബെറ്റർ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ഓഫ് ഫ്രൂട്ട്? ക്വാളിറ്റിയിൽ ഏത് മാംഗോ ആണ് ഏറ്റവും നല്ലത്? നീലം മാംഗോ ആണ് അല്ലെ. ഡസ് ഇൻഡിജിനിയസ് വെറൈറ്റി ഹാവ് എനി അഡ്വാൻറ്റേജസ് ഓവർ നീലം വെറൈറ്റി? നീലം വെറൈറ്റി അപേക്ഷിച്ച് നമ്മുടെ നാടൻ മാങ്ങയ്ക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? യെസ്, അത് നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരും. അതുപോലെ പ്രത്യേക കെയറിംഗ് ആവശ്യമില്ല. അത് രണ്ടും അതിന് വരുന്ന അഡ്വാൻറ്റേജസ് ആണ്. ഇഫ് എ സാപ്ലിംഗ് ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് നീലം മാംഗോ വിത്ത് ദ യങ് പ്ലാന്റ് ഓഫ് ഇൻഡിജിനസ് വെറൈറ്റി, വാട്ട് സ്പെഷ്യാലിറ്റീസ് വിൽ ഇറ്റ് ഹാവ്? ഇനി നീലം മാവിന്റെ ഒരു കമ്പ് നമ്മുടെ നാടൻ മാവിന്റെ തൈയിൽ വച്ചു പിടിപ്പിച്ച് പുതിയ സാപ്ലിംഗ് ഉണ്ടാക്കിയെടുത്താൽ അതിനുണ്ടാവുന്ന പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കും? ഗ്രോസ് വെൽ ഇൻ അവർ സോയിൽ, നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരും. ഈൽഡ്സ് മാംഗോസ് ഓഫ് നീലം വെറൈറ്റി, നീലം വെറൈറ്റിയിലുള്ള മാങ്ങകൾ നമുക്ക് കിട്ടും. ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്, പെട്ടെന്ന് തന്നെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും.
അതുപോലെ നോ നീഡ് ഓഫ് സ്പെഷ്യൽ കെയർ, പ്രത്യേകം പരിചരണം ആവശ്യമുണ്ടായിരിക്കില്ല. ലെറ്റ് സീ ഹൗ മച്ച് സാപ്ലിംഗ് ഇസ് പ്രൊഡ്യൂസ്ഡ്. ഇത്തരത്തിലുള്ള തൈകൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഗ്രാഫ്റ്റിംഗിന്റെ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Choose a mango plant of Moovandan variety of 6 months to 1 year. This plant with roots is called rootstock. ഒരു 6 മാസം മുതൽ ഒരു വർഷം വരെ വലുപ്പമായിട്ടുള്ള ഒരു മൂവാണ്ടൻ മാവിന്റെ തൈ എടുക്കുക. ഇതിനെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്നാണ് വിളിക്കുന്നത്. കട്ട് എ സ്റ്റെം ദാറ്റ് ഹാസ് ദ സെയിം സൈസ് ആസ് ദ റൂട്ട് സ്റ്റോക്ക് ഫ്രം എ ഹൈ yielding ട്രീ ഓഫ് നീലം വെറൈറ്റി. ഇനി നീലം മാങ്ങ ഉണ്ടാവുന്ന മാവിന്റെ ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കുക. ഈ സ്റ്റെമ്മ് നമ്മുടെ എടുത്ത ഈ റൂട്ട് സ്റ്റോക്കിന്റെ, അതായത് ഈ മൂവാണ്ടൻ മാവിന്റെ അത്ര തന്നെ വലുപ്പത്തിലുള്ള സ്റ്റെം ആയിരിക്കണം. ദിസ് ഈസ് കോൾഡ് സയൺ. ഇതിനെ നമ്മൾ സയൺ എന്നാണ് വിളിക്കുക. എ സ്റ്റെം വിച്ച് ഹാസ് ന്യൂലി ഫോംഡ് ബഡ്സ് ഷുഡ് ബി സെലക്ടഡ് ആസ് എ സയൺ. അപ്പൊ പുതുതായിട്ട് നമുക്ക് ഏത് വെറൈറ്റി ആണോ ഉണ്ടാക്കിയെടുക്കേണ്ടത് അതിന്റെ തൈയിനെയാണ് നമ്മൾ അതിന്റെ തൈയല്ല, അതിന്റെ കമ്പിനെയാണ് നമ്മൾ സയൺ എന്ന് വിളിക്കുക. ഏത് തൈയാണ് നമ്മൾ എടുക്കുന്നത്, അഥവാ ഏത് തൈയിലാണ് നമുക്ക് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കേണ്ടത്, ആ തൈനെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്നും വിളിക്കുന്നു. കട്ട് ദ റൂട്ട് സ്റ്റോക്ക് അറ്റ് 15 സെന്റിമീറ്റർ ഫ്രം ദ ബോട്ടം ടു ജോയിൻ ദ സൈൻ. അപ്പൊ റൂട്ട് സ്റ്റോക്കിന്റെ താഴെ നിന്ന് ഒരു 15 സെന്റിമീറ്റർ മുകളിലായിട്ട് എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. അവിടെ വേണം നമുക്ക് സൈന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. മേക്ക് എ 4 സെന്റിമീറ്റർ ഡീപ് കട്ട് അലോങ് ദ സെന്റർ ഓഫ് ദിസ് റൂട്ട് സ്റ്റോക്ക് യൂസിങ് എ നൈഫ്. ഒരു കത്തി ഉപയോഗിച്ച് ഒരു 4 സെന്റിമീറ്റർ ആഴത്തിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കട്ട് ചെയ്ത് എടുക്കുക. മേക്ക് ടാപ്പ് cut on both sides at the bottom of the sign as shown in the figure. എന്നിട്ട് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സയനിന്റെ 2 ഭാഗവും ഇതുപോലെ കൂർത്ത തരത്തിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. Insert the cyan into the gap made in the root stock and bind it with a polythene tape. എന്നിട്ട് ഈ റൂട്ട് സ്റ്റോക്കിലേക്ക് നമ്മൾ ഹോളാക്കി വെച്ചിരിക്കുന്ന ആ റൂട്ട് സ്റ്റോക്കിനുള്ളിലേക്ക് ഈ സയനിന്റെ പീസ് ഉള്ളിലേക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒരു പോളിത്തീൻ കവർ വെച്ച് നന്നായിട്ട് കെട്ടുക. Once the cyan gets joined with the stalk and begins to grow, the sapling can be replanted at a more convenient place. അതിനുശേഷം അതിൽ ഈ റൂട്ട് സ്റ്റോക്ക് വലുതായി വരുമ്പോൾ, ഈ സൈന് ജോയിൻ ആയിട്ട് ആ തൈ വലുതായി വരുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ നല്ല പ്ലേസിലേക്ക് അതിനെ മാറ്റി നടാവുന്നതാണ്. ഇനി എന്താണ് ഗ്രാഫ്റ്റിംഗ് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാഫ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സാപ്ലിങ്സ് ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് വിത്ത് അനദർ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട്സ് ആൻഡ് ബിലോങ്സ് ടു ദ സെയിം സ്പീഷ്യസ്. പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട്സ് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് റൂട്ട് സ്റ്റോക്ക് ആൻഡ് ദ സ്റ്റെം വിച്ച് ഈസ് ജോയിൻഡ് ടു ഇറ്റ് ഈസ് കോൾഡ് സയൺ. നല്ല ക്വാളിറ്റിയുള്ള, നല്ല ഗുണമേന്മയുള്ള ഒരിനം സസ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട, അതേ സ്പീഷീസിൽപ്പെട്ട മറ്റൊരു വേരോട് കൂടിയ ചെടിയിൽ വെച്ച് പിടിപ്പിച്ച് പുതിയ തൈ ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡിനാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയാ. ഇവിടെ റൂട്ടോട് കൂടി എടുക്കുന്ന ആ പ്ലാന്റിനെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്നും, നമ്മൾ പുതിയ ഇനം തൈ വേണ്ട അതിനെടുക്കുന്ന ആ സ്റ്റെമ്മിനെ, ആ തണ്ടിനെ നമ്മൾ സയൺ എന്നും വിളിക്കുന്നു. What are the advantages of producing saplings through grafting? Discuss and write them in science diary. ഇത്തരത്തിൽ ഗ്രാഫ്റ്റിംഗ് വഴി ഉണ്ടാക്കിയെടുക്കുന്ന സസ്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ്, പെട്ടെന്ന് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഡിസീസ് റെസിസ്റ്റൻസ്, രോഗപ്രതിരോധ ശേഷി കുറച്ചുകൂടെ ഉണ്ടായിരിക്കും. ഇംപ്രൂവ്ഡ് ഈൽഡ്, നല്ല വിളവ് തരും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് ഓഫ് മാംഗോ സാപ്ലിംഗ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ഗ്രാഫ്റ്റിംഗ്? വിൽ ഇറ്റ് ടേക്ക് എ ലോnger പീരിയഡ് ഫോർ ഫ്രൂട്ടിംഗ് ഇഫ് ദ സ്റ്റെം സെലക്ടഡ് ആസ് സൈൻ ഈസ് നോട്ട് മെച്ചുർ ഇനഫ്? നമ്മൾ എടുക്കുന്ന സൈന് ശരിക്കും മെച്ചുർ ആയിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ കാലം പിടിക്കോ? ഇല്ല അല്ലെ, കാരണം റൂട്ട് സ്റ്റോക്ക് മെച്ചുർ ആയിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. Observe the picture given below. Haven't you seen the bud growing beneath the grafted area? Will the quality of the plant be affected if this bud is not removed? Write in your science diary. ഈ ചിത്രം നോക്കൂ മക്കളെ, താഴെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു പുതിയ ബഡ് വരുന്നത് കണ്ടോ? ആ ബഡ് ശരിക്കും പറഞ്ഞ റൂട്ട് സ്റ്റോക്കിന്റെ ക്വാളിറ്റീസ് മാത്രം ഉള്ളതായിരിക്കും അല്ലെ. സോ അത് നമ്മളുടെ ഈ സയണിന്റെ ക്വാളിറ്റിയെ ബാധിക്കുമോ? ഇല്ല, ബാധിക്കില്ല, എഫക്ട് ചെയ്യില്ല. We have discussed the method of grafting the stem of Neelam mango tree with Moovandan mango tree. Is there any advantage in making a new mango variety by grafting the scion of a mature Moovandan mango tree with the root stock of another Moovandan mango tree? അപ്പോൾ
നമ്മൾ സയണും റൂട്ട് സ്റ്റോക്കുമായിട്ട് ഇപ്പോൾ മൂവാണ്ടൻ മാംഗോയുടെയും അതുപോലെ നീല മാങ്ങയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി രണ്ടും മൂവാണ്ടൻ മാംഗോ തന്നെ ആയാൽ എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? ഇല്ല അല്ലെ, കാരണം രണ്ടിനും അതിന്റെ സെയിം ക്വാളിറ്റി തന്നെ വരികയുള്ളൂ. Isn't the stem used as scion here of the same age as the mother plant? Will it help early fruiting? മദർ പ്ലാന്റിന്റെ അതേ ഏജിലുള്ള സയൻ തന്നെ എടുക്കുന്നത് കൊണ്ട് ഫ്രൂട്ടിങ്ങിന് എന്തെങ്കിലും മെച്ചം ഉണ്ടായിരിക്കോ? യെസ്, മേ ബി കുറച്ചുകൂടെ പെട്ടെന്ന് ഏർലി ഫ്രൂട്ടിങ് ഉണ്ടാവാനായിട്ട് അത് സഹായിക്കും. ഇനി അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ സാപ്ലിംഗ് ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെയിം വേ യൂസിംഗ് മൽഗോവ ആൻഡ് ഗോമാവ് വിച്ച് ഈസ് ആൻ ഇൻഡിജിയസ് വെറൈറ്റി ഓഫ് മാംഗോ ട്രീ വിച്ച് വുഡ് ബി ദ റൂട്ട് സ്റ്റോക്ക് വിച്ച് വുഡ് ബി ദ സയൻ. റൈറ്റ് ദ റീസൺ ഫോർ ദിസ് ഇൻ ദ സയൻസ് ഡയറി. ഇനി ഒരു മൽഗോവ മാമ്പഴത്തിന്റെ ഒരു തൈയും അതുപോലെ ഗോമാവിന്റെ ഒരു തൈയും ഉണ്ട്. ഇതിൽ ഏത് സയണം ഏത് റൂട്ട് സ്റ്റോക്കും ആയിട്ട് എടുക്കുമെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഗോമാവ് റൂട്ട് സ്റ്റോക്കായി എടുക്കാം, കാരണം അത് നമ്മുടെ നാടൻ വെറൈറ്റി ആണ്. സോ അതിനെന്തുണ്ട്, ഹൈലി ഡിസീസ് റെസിസ്റ്റന്റ് ആണ്. പിന്നെ നമ്മുടെ മണ്ണിൽ നന്നായിട്ട് വളരുകയും ചെയ്യും. പിന്നെ സയനായിട്ട് നമുക്ക് മൽഗോവ മാംഗോ എടുക്കാം, കാരണം അത് പെട്ടെന്ന് നല്ല ഹൈ ഈൽഡിങ് തരും. പിന്നെ പെട്ടെന്ന് തന്നെ വിളവ് തരാനും അത് സഹായിക്കും. അടുത്ത മെത്തേഡ് ബഡ്ഡിംഗ് ആണ്. ഹൗ അബൌട്ട് ചൂസിങ് എ ബഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ സ്റ്റെം? ഹാവിൻ യു സീൻ ദ റബ്ബർ സാപ്ലിങ്സ് ഫോർ സെയിൽ ഇൻ നഴ്സറീസ്? നമ്മൾ സ്റ്റെമ്മിന് പകരം ബഡ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നഴ്സറീസിലൊക്കെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്ന റബ്ബർ തൈകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ലുക്ക് അറ്റ് ദ അഡ്വർടൈസ്മെന്റ് ഓഫ് സാപ്ലിങ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ബഡ്ഡിംഗ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ദീസ് ഓവർ ദ റബ്ബർ സാപ്ലിങ്സ് ഓഫ് നേറ്റീവ് ഒറിജിൻ? ഹൗ ആർ സാപ്ലിങ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ബഡ്ഡിംഗ്? ഇനി നോക്കൂ, നമുക്ക് അവിടെ ഒരു അഡ്വർടൈസ്മെന്റ് വന്നിട്ടുണ്ട്. ക്വാളിറ്റി സാപ്ലിങ്സ് അറ്റ് റീസണബിൾ പ്രൈസ്, ഹയർ പ്രൊഡക്ടിവിറ്റി, തിക്കർ ലേറ്റക്സ്. റബ്ബർ തൈന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇത് ബഡ്ഡിങ് വഴിയാണ് എടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ ബഡ്ഡിങ് വഴി ഉണ്ടാക്കിയെടുക്കുന്ന ബഡ്ഡിങ്ങിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സിമ്പിൾ ആണ്, നമ്മൾ സ്റ്റെമ്മിന് പകരം ബഡ് എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ്, എ ബഡ് ഈസ് കെയർഫുള്ളി കട്ട് ഫ്രം എ ക്വാളിറ്റി പ്ലാന്റ്. അത് മദർ പ്ലാന്റിൽ നിന്ന് ഒരു ബഡ് ശ്രദ്ധാപൂർവം കട്ട് ചെയ്തെടുക്കുക. ദിസ് ഈസ് കട്ട് ഇൻ ടു ദ സ്കിൻ ഓഫ് അനദർ റബ്ബർ സീഡ്ലിംഗ്, ദാറ്റ് മീൻസ് റൂട്ട് സ്റ്റോക്ക്, ഇൻ എ ടി ഷേപ്പ് ആൻഡ് ഇൻസേർട്ടഡ് ഇൻ ടു ഇറ്റ്. ഇനി നമ്മൾ എടുക്കുന്ന മറ്റൊരു റബ്ബർ പ്ലാന്റിൽ, അതായത് റൂട്ട് സ്റ്റോക്ക് ആയി എടുക്കുന്ന മറ്റൊരു റബ്ബർ പ്ലാന്റിൽ ഒരു ടി ഷേപ്പ് കട്ട് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് ഈ ബഡ് ഇൻസേർട്ട് ചെയ്യുക. ദ പാർട്ട് അതർ ദാൻ ദ ബഡ് ഈസ് ടൈഡ് ഇൻ ആൻ ഓൾ അയോടൈറ്റ് മാനർ വിത്ത് പ്ലാസ്റ്റിക് ടേപ്പ്. എന്നിട്ട് ബഡ് ഒഴികെയുള്ള മറ്റു ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഒരു എയർ ടൈറ്റ് പേപ്പർ കൊണ്ട് ഇൻസുലേഷൻ ചെയ്തിട്ട് നന്നായിട്ട് ഇൻസുലേറ്റ് ചെയ്ത് വെക്കുക. When the bud starts to grow, the top of the root stock is cut off. അങ്ങനെ ബഡ് വളരാനായിട്ട് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക, റൂട്ട് സ്റ്റോക്കിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. Here, the bud of superior quality rubber plant is selected as scion instead of stem. This is joined with the stock. ഇവിടെ എന്താണ്, നല്ല ക്വാളിറ്റി ഉള്ള റബ്ബർ പ്ലാന്റിന്റെ ബഡ് ആണ് സ്റ്റെമ്മിന് പകരം എടുക്കുന്നത്. അത് റൂട്ട് സ്റ്റോക്കുമായിട്ട് ജോയിൻ ചെയ്യുന്നു. ബഡ്ഡിംഗ് എന്താണ്? ബഡ്ഡിംഗ് is the method of producing superior quality planting material by joining the bud of a superior quality plant with another plant that has roots and belongs to the same species. ഒരേ സ്പീഷീസിൽ വെട്ടാം ഒരു റൂട്ടോട് കൂടിയിട്ടുള്ള, വേരോട് കൂടിയിട്ടുള്ള ഒരു ഹെൽത്തി പ്ലാന്റിൽ ആ സ്പീഷീസിലുള്ള ഒരു പ്ലാന്റിന്റെ, ഹൈ ക്വാളിറ്റി ഉള്ള ഒരു പ്ലാന്റിന്റെ ബഡ് എടുത്ത് ഫിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് പുതിയ സാപ്ലിങ്സ് ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡാണ് ബഡ്ഡിങ്. Let's produce a sapling of a jackfruit tree in this way. Different steps of budding are given below. ഇത്തരത്തിലൊരു ജാക്ക് ഫ്രൂട്ട് ട്രീ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമുക്കിനി പറഞ്ഞിട്ടുള്ളത്. അതിനായിട്ടുള്ള ബഡ്ഡിങ്ങിന്റെ സ്റ്റെപ്സ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, chisel off a bud along with the bark from the branches of a superior quality jackfruit tree. This is the scion. നല്ല മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു ആയുധം വെച്ചിട്ട് എന്ത് ചെയ്യുക, റൂട്ട് സ്റ്റോക്കിന്റെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള, സുപ്പീരിയർ ക്വാളിറ്റി ഉള്ള ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ ഒരു ഭാഗം ബഡ് എന്ത് ചെയ്യുക, അതിന്റെ ബാർക്കോട് കൂടിയിട്ട്, അതിന്റെ തൊലിയോട് കൂടിയിട്ട് ചെത്തിയെടുക്കുക. ഈ പീസാണ് എന്ത്, സയൺ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേജ്, പീൽ ഓഫ് ബാർക്ക് ഫ്രം ദ ഏരിയ വേർ ദ ബഡ് ഈസ് ടു ബി ഇൻസേർട്ടഡ് ഇൻ ദ നേറ്റീവ് ജാക്ക് ഫ്രൂട്ട് ട്രീ സാപ്ലിംഗ്, ദാറ്റ് മീൻസ് റൂട്ട് സ്റ്റോക്ക്, വിച്ച് ഈസ് ഗ്രോൺ ഇൻ എ പോട്ട് ഓർ ഗ്രോ ബാഗ്. ഇനി ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ വളർത്തിയിട്ടുള്ള, നമ്മൾ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ വേരോട് കൂടിയിട്ടുള്ള ആ ജാക്ക് ഫ്രൂട്ട് ട്രീയിൽ എന്ത് ചെയ്യാം, ഈ ബഡ് ഒട്ടിച്ചു കൊടുക്കുന്നതിനായിട്ടുള്ള ഭാഗം മെല്ലെ എന്ത് ചെയ്യാം, ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് ചെത്തി മാറ്റുക. അറ്റാച്ച് ദ സയൺ വിത്ത് എ പോളിത്തീൻ ടേപ്പ്
to the area of the rootstock from where the bark was removed, keeping the bud exposed. ആ തൊലി വെട്ടിക്കളഞ്ഞ ആ ഭാഗത്ത് നമ്മൾ വെട്ടിയെടുത്ത ആ ബഡ് വെക്കുക. ഒരു പോളിത്തീൻ കവർ കൊണ്ട് എയർ ടൈറ്റ് ആയിട്ട് കെട്ടുക. Fourth stage, when the bud starts to grow well, remove the upper portion of the stalk. The sapling can be replanted in soil when the bud is grown. അങ്ങനെ ഈ ബഡ് വളരാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ എടുത്ത ആ റൂട്ട് സ്റ്റോക്കിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്യുക. അതായത് പിന്നീട് ആ ബഡ് വേണം വളരാനായിട്ട്. എന്നിട്ട് ഈ തൈ വേറെ പോട്ടിലേക്കോ ഗ്രോ ബാഗിലേക്കോ ഒക്കെ മാറ്റിവെക്കാം. Have you understood the stages of budding? Grow a native rose plant in your biodiversity park in a similar way after budding it with different types of rose plants. We are now familiar with different methods of producing superior quality saplings. How can we produce better seeds? ഇനി നിങ്ങൾക്ക് ഇപ്പോൾ ബഡിങ് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായല്ലോ. ആ മെത്തേഡിൽ നിങ്ങളൊരു റോസ് ബഡ് ചെയ്ത് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഡിഫറെന്റ് കളേഴ്സ് എടുക്കാം. അപ്പൊ പിങ്കും അല്ലെങ്കിൽ വൈറ്റും റെഡ് റോസ് ഒരുമിച്ചുള്ള അങ്ങനെയുള്ള റോസ് പ്ലാന്റ് ബഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നല്ലതുപോലെ ഇത്തരത്തിലുള്ള ബഡ് ചെയ്ത ഇനങ്ങൾ വെച്ചു പിടിപ്പിക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ നല്ല പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്ന വിധം പഠിച്ചു, മെത്തേഡ്സ് പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെയാണ് ബെറ്റർ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് നോക്കാം. അതിനുള്ളൊരു മാർഗമാണ് ഹൈബ്രിഡൈസേഷൻ. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് ചില്ലി പ്ലാന്റ്സ് ഗിവൻ ബിലോ. താഴെ നമുക്ക് 2 മുളക് ചെടികളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈച്ച് പ്ലാന്റ്? ഈ ഓരോ ചെടിയുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആദ്യത്തെ പ്ലാന്റില് വലിയ കായയാണ്, പക്ഷെ ഒരുപാട് കായകളൊന്നുമില്ല, വളരെ കുറച്ച് കായകളേ ഉള്ളൂ. രണ്ടാമത്തേതിൽ ഒരുപാട് കായകളുണ്ട്, പക്ഷെ വലുപ്പം കുറവാണ്. റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. ഇഫ് യു ക്യാൻ പ്രൊഡ്യൂസ് എ ചില്ലി പ്ലാന്റ് വിച്ച് ഹാസ് ദ ക്വാളിറ്റീസ് ഓഫ് ബോത്ത് വെറൈറ്റീസ്, വാട്ട് ക്വാളിറ്റീസ് വിൽ ഇറ്റ് ഹാവ്? നോട്ട് ദം ഇൻ ദ സയൻസ് ഡയറി. ഈ 2 പ്ലാന്റിലെ വെറൈറ്റീസിൽ നിന്നുള്ള ക്വാളിറ്റീസ് ഉള്ള ഒരു പുതിയ പ്ലാന്റ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്ലാന്റിലുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും? എന്താണ് മക്കളെ? ഒരുപാട് ചില്ലീസ് നമുക്ക് കിട്ടും, അതുപോലെ വലിയ സൈസിലുള്ള ചില്ലീസ് ആയിരിക്കും ഉണ്ടാവുക. How can we produce a sapling? Are the methods that we have learned so far suitable for this? നമ്മൾ ഇതുവരെ പഠിച്ച 3 മെത്തേഡ്സ്, അതായത് ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും ബഡിങ്ങും, അതുകൊണ്ട് നമുക്ക് ചില്ലി പ്ലാന്റ്സ് ഇത്തരത്തിൽ വല്ല വെറൈറ്റീസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റോ? ഇല്ല അല്ലെ. അതൊക്കെ നമ്മൾ വലിയ മരങ്ങളിൽ ചെയ്യുന്ന മെത്തേഡ്സ് ആണ് പഠിച്ചത്. ചില്ലി പ്ലാന്റ് അത്ര ബിഗ് സൈസ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ മെത്തേഡ് ഒന്നും പ്രിഫർ ചെയ്യാനായിട്ട് സാധിക്കില്ല. What if we can produce seeds that have qualities of both the plants? Seeds are formed through pollination. You are familiar with different types of pollination. Observe the illustration of pollination in the pumpkin plant. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാന്റിലൊന്നും ചെയ്യാതെ പകരം സീഡ്സ് അത്തരത്തിലുള്ള വെറൈറ്റീസ് ആക്കി, അത്തരം ക്വാളിറ്റീസ് ഉള്ള വെറൈറ്റീസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് സീഡ്സ് ഫോം ചെയ്യുന്നത് പോളിനേഷൻ വഴിയാണ് അല്ലെ. താഴെ നമുക്ക് 2 തരത്തിലുള്ള പോളിനേഷൻ തന്നിട്ടുണ്ട്. മത്തനിൽ ഉണ്ടാവുന്ന, പംകിനിൽ ഉണ്ടാവുന്ന സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. Is it in self-pollination or cross-pollination that the qualities of both the plants are combined? Why? Self-pollination-ലാണോ cross-pollination-ലാണോ 2 പ്ലാന്റിന്റെ ക്വാളിറ്റീസ് കമ്പൈൻ ചെയ്യുന്നത്? നമുക്കറിയാം ക്രോസ് പോളിനേഷനിലാണ് അല്ലെ, സെൽഫ് പോളിനേഷൻ അല്ല, ക്രോസ് പോളിനേഷൻ ആണ്. കാരണം സെൽഫ് പോളിനേഷനിൽ ഒരു സസ്യത്തിൽ, ഒരു പ്ലാന്റിലുള്ള എന്താണ് പൂമ്പൊടി മറ്റൊരു പ്ലാന്റിന്റെ സ്റ്റിഗ്മയിൽ ചെന്ന് പതിക്കുമ്പോൾ, അതായത് പൊളൻ ഗ്രെയിൻസ് മറ്റൊരു പ്ലാന്റിന്റെ സ്റ്റിഗ്മയിൽ ചെന്ന് പതിക്കുമ്പോൾ 2 പ്ലാന്റിന്റെയും ജനറ്റിക് ക്വാളിറ്റീസ് അതുവഴി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. What kind of pollination should be carried out to produce a chilli plant that will have the qualities of both the chilli plants? അതുകൊണ്ട് 2 മുളക് ചെടിയുടെയും 2 ക്വാളിറ്റീസ് ഉള്ള ഒരു പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ഏത് പോളിനേഷൻ സ്വീകരിക്കണം? ക്രോസ് പോളിനേഷൻ സ്വീകരിക്കണം. ഇഫ് പോളിനേഷൻ ടേക്സ് പ്ലേസ് ത്രൂ ഇൻസെക്ട്സ്, ക്യാൻ വി ബി ഷുവർ ദാറ്റ് ഇറ്റ് ഹാപ്പൻ ബിറ്റ്വീൻ ദ ചില്ലി പ്ലാന്റ്സ് വി ഹാവ് സെലക്ടഡ്? ഈ പോളിനേഷൻ ഇൻസെക്ട്സ് വഴിയാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഇൻസെക്ട്സ് വഴിയാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ 2 പ്ലാന്റ്സിന്റെ തന്നെ ക്വാളിറ്റീസ് ആണ് നമുക്ക് കിട്ടുക എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഇല്ല, വി ആർ നോട്ട് ഷുവർ അല്ലെ. കാരണം എന്താണ്? ഇൻസെക്ട്സ് വഴിയാണ്. സോ അവർ ഏത് പ്ലാന്റിൽ നിന്നുള്ള പൊള്ളൻ ഗ്രെയിൻസ് ആണ് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. ഇഫ് നോട്ട്, ക്യാൻ ക്രോസ് പോളിനേഷൻ ബി ഡൺ ആർട്ടിഫിഷ്യലി? സോ അതുകൊണ്ട് നമുക്ക് എന്താണ് പോളിനേഷൻ, ക്രോസ് പോളിനേഷൻ ആർട്ടിഫിഷ്യലി ചെയ്യാനായിട്ട് സാധിക്കുമോ? യെസ്, കഴിയും.
ഇങ്ങനെ ആർട്ടിഫിഷ്യലായി ചെയ്യുന്ന പോളിനേഷനെ നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്നാണ് വിളിക്കുക. എക്സാമിൻ ദ സ്റ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഷോൺ ബിലോ. താഴെ നമുക്ക് ആർട്ടിഫിഷ്യൽ പോളിനേഷന്റെ സ്റ്റെപ്സ് വന്നിട്ടുണ്ട്, അത് നോക്കാം. ഫസ്റ്റ്, ടു പ്രിവെന്റ് സെൽഫ് പോളിനേഷൻ, റിമൂവ് സ്റ്റേമെന്റ്സ് ഫ്രം ദ ഫ്ലവേഴ്സ് ഇൻ വിച്ച് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസ് ടു ബി ഡൺ. ഏത് പ്ലാന്റിലാണോ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തുന്നത് ആ ഫ്ലവറിൽ നിന്നുള്ള സ്റ്റേമെന്റ്സ് ഒക്കെ ഒഴിവാക്കുക. അതെന്തിനാണ്? സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടിയിട്ട്. Then the flower is wrapped well to prevent the pollen grains from other flowers falling on it. എന്നിട്ട് ആ പൂവ് എന്ത് ചെയ്യുക? നല്ലതുപോലെ കെട്ടിവെക്കുക. എന്തിനാണ്? വേറെ ഫ്ലവേഴ്സിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് അതിൽ വന്ന് വീഴാതിരിക്കാനായിട്ട്. Pollen grains from flowers of a plant belonging to the same species but having different qualities are collected using a brush. എന്നിട്ട് ഇതേ സ്പീഷീസിൽ പെട്ട, ഇതേ വർഗത്തിൽ പെട്ട മറ്റൊരു ഫ്ലവറിൽ നിന്ന്, ആ ഫ്ലവറിന്റെ പ്രത്യേകത എന്താണ്? ദേ ഹാവ് ഡിഫറെന്റ് ക്വാളിറ്റീസ്, അല്ലെ, വേറെ ഗുണങ്ങളുള്ള ഫ്ലവേഴ്സ് ആണ്. അതിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ഒരു ബ്രഷ് ഉപയോഗിച്ച് കളക്ട് ചെയ്യുക. Pollen grains thus collected are deposited on the stigma of the flower which is to be pollinated artificially. ശേഷം ആ കെട്ടിവെച്ച പൂവുണ്ടല്ലോ, നമുക്ക് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യേണ്ട പൂവ്, അതിലേക്ക് നമ്മൾ ഈ ബ്രഷിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് ഇതിലേക്ക് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുക. ദ ഫ്ലവർ ഇസ് റാപ്ഡ് അഗെയിൻ ടു പ്രിവെന്റ് പോളിനേഷൻ ഫ്രം അതർ ഫ്ലവേഴ്സ്. മറ്റു പൂക്കളിൽ നിന്നുള്ള പോളിനേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ഈ ഫ്ലവർ ഒന്ന് കെട്ടിവെക്കുക. വെൻ ഷുഡ് ദീസ് ആക്ടിവിറ്റീസ് ബി പെർഫോംഡ്? പുട്ട് എ ടിക്ക് മാർക്ക്, ഡിസ്കസ് ദ റീസൺ. ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തേണ്ടത് എപ്പോഴാണ്? ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബ്ലൂമിങ്, വിരിഞ്ഞ ഉടനെ. ആഫ്റ്റർ ദ ഫ്ലവർ ഹാസ് ഫുള്ളി ബ്ലൂംഡ്, പൂവ് മുഴുവനായിട്ട് വിരിഞ്ഞ ശേഷം. വെൻ ദ ഫ്ലവർ ബിഗിൻസ് ടു വിതർ, പൂവ് കൊഴിയാനായിട്ട് തുടങ്ങുമ്പോൾ. എപ്പോഴാണ് മക്കളെ ഈ ഫ്ലവർ മുഴുവനായിട്ട് ഫുള്ളി ബ്ലൂം ആയത്? ആ സമയത്താണ് നമ്മൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തേണ്ടത്. ഇനി എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്നവിടെ തന്നിട്ടുണ്ട്. ഹൈബ്രിഡൈസേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് സീഡ്സ് ബൈ ആർട്ടിഫിഷ്യലി പോളിനേറ്റിംഗ് ടു പ്ലാന്റ്സ് വിച്ച് ഹാവ് ഡിഫറെന്റ് ക്വാളിറ്റീസ് ആൻഡ് ബിലോങ് ടു ദ സെയിം സ്പീഷീസ്. ഫ്രം ദ സീഡ്സ് thus produced, those with superior quality are collected. These are the hybrid seeds. സെയിം സ്പീഷീസിൽ പെട്ട, അതായത് ഒരേ വർഗത്തിൽ പെട്ട രണ്ട് ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് സീഡ്സ് ഉണ്ടാക്കിയെടുക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന സീഡ്സിന് എന്തായിരിക്കും? ഹൈലി ക്വാളിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക, സുപ്പീരിയർ ക്വാളിറ്റി ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള സീഡ്സിനെ നമ്മൾ ഹൈബ്രിഡ് സീഡ്സ് എന്നാണ് വിളിക്കുന്നത്. ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് സർട്ടൻ ഹൈബ്രിഡ് സീഡ്. ഇനി കുറച്ച് പരിചിതമായിട്ടുള്ള ഹൈബ്രിഡ് സീഡ്സ് നമുക്ക് നോക്കാം. ചില്ലി പ്ലാന്റിന്റേത് ഉജ്വല, ജ്വാലാമുഖി. പി, ജ്യോതിക, ഭാഗ്യലക്ഷ്മി. പാഡി, പവിത്ര, അന്നപൂർണ. കോക്കനട്ട്, ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര. ലേഡീസ് ഫിംഗർ, സൽകീർത്തി, കിരൺ. ഇപ്പൊ ഇവിടെ നമുക്ക് ചന്ദ്രലക്ഷയുടെയും ഭാഗ്യലക്ഷ്മിയുടെയും ഫോട്ടോസ് തന്നിട്ടുണ്ട്. അതായത് ചന്ദ്രലക്ഷ തെങ്ങിന്റെയും പിന്നെ ഭാഗ്യലക്ഷ്മി പയറിന്റെയും കേട്ടോ, ആളുകളല്ല കേട്ടോ, ഹൈബ്രിഡ് സീഡ്സിന്റെ പേരാണ്. ഇറ്റ് ഈസ് ഇൻ അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റേഴ്സ് ദാറ്റ് സുപ്പീരിയർ ക്വാളിറ്റി സീഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ത്രൂ ഹൈബ്രിഡൈസേഷൻ. ഇങ്ങനെ ഹൈബ്രിഡൈസേഷൻ വഴി ഹൈബ്രിഡ് സീഡ്സ് ഉണ്ടാക്കുന്നത് എന്താണ്? അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റേഴ്സിൽ വെച്ചിട്ടാണ്. അപ്പൊ എന്താണ് അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഓരോന്നും കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഓരോ അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റേഴ്സിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, മണ്ണുത്തി, തൃശൂർ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഈസ് ആൻ ഇമ്പോർട്ടന്റ് അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റർ ഇൻ കേരള. The main activities are conducting researches on varieties of crops, animals, birds, etc. and knowledge dissemination programs. Regional research centers of Kerala Agricultural University are functioning in different parts of the state. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റർ ആണ് KAU, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. ഇത് തൃശ്ശൂർ മണ്ണുത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന പ്രധാന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ക്രോപ്സ്, വിളകളെയും ബേർഡ്സിനെയും ആനിമൽസിനെയും ഒക്കെ കുറിച്ച് സ്റ്റഡി ചെയ്യുക, റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ KAUയുടെ പല ശാഖകളും പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റർ ആണ് സെൻട്രൽ ട്യൂബേഴ്സ് ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CTCRI. എവിടെയാണ്? ശ്രീകാര്യം, തിരുവനന്തപുരം. കൾട്ടിവേഷൻ ആൻഡ് റിസർച്ചസ് ഓൺ ട്യൂബർ ക്രോപ്സ് ആർ കണ്ടക്ടഡ് ഹിയർ. ഇവിടെ ട്യൂബർ ക്രോപ്സ്, അതായത് നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളുടെ റിസർച്ചുകളാണ് നടക്കുന്നത്. അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, RRI ഇൻ കോട്ടയം, കോട്ടയത്തുള്ള RRI. അപ്പോൾ പേരിൽ തന്നെ എന്താണ്? ഡെവലപ്പ് ഹൈ yielding varieties of rubber plants suited for different geographical areas. വ്യത്യസ്ത ജിയോഗ്രഫിക്കൽ ഏരിയാസിന്, വ്യത്യസ്ത ഭൂപ്രദേശങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള യോജിക്കുന്ന തരത്തിലുള്ള ഹൈ yielding ആയിട്ടുള്ള റബ്ബർ തൈകൾ ഉൽപ്പാദിപ്പിക്കുക, അതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഒക്കെ നടത്തുക എന്നതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രധാന ഫംഗ്ഷൻ. അടുത്തത് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CPCRI എന്ന് പറയും, കാസർഗോഡാണ്. കണ്ടക്ട്സ് റിസർച്ചസ് ഓൺ കോക്കനട്ട്
അരിക്കനട്ട് ആൻഡ് കൊക്കോ. അപ്പോൾ ഇവിടെ കോക്കനട്ട്, തെങ്ങ്, കവുങ്ങ്, അതുപോലെ കൊക്കോ ചെടി തുടങ്ങിയിട്ടുള്ളവയുടെ റിസർച്ചസ് ആണ് ഇവിടെ നടക്കുന്നത്. നമുക്കിവിടെ CPCRI കാസർഗോഡുള്ള റിസർച്ച് സെന്ററിന്റെ പിക്ചർ ഒക്കെ തന്നിട്ടുണ്ട്. ഇസ് ദർ എനി അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റർ ഇൻ യുവർ ലൊക്കാലിറ്റി? ഓർഗനൈസ് എ സ്റ്റഡി ടൂർ ടു ആൻ അഗ്രികൾച്ചറൽ റിസർച്ച് സെന്റർ ഓർ എ പ്ലാന്റ് നഴ്സറി. ഡിസ്കസ് ദ കളക്ടഡ് ഡാറ്റ ഇൻ ദ ക്ലാസ് റൂം. അപ്പൊ നിങ്ങളുടെ പ്രദേശത്ത് എന്താണ് ഏതെങ്കിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിൽ, അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക, ഒരു ഫീൽഡ് ട്രിപ്പ് പോവുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്ലാന്റ് നഴ്സറി ഒക്കെ ഉണ്ടാവില്ലേ, ചെടികളൊക്കെ കിട്ടുന്ന തോട്ടങ്ങൾ, നഴ്സറികൾ, അങ്ങോട്ടേക്ക് പോവുക. എന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക. എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, വളപ്രയോഗങ്ങൾ എങ്ങനെയൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. സീഡ് ആൻഡ് yield. ലിസൺ ടു ദ കോൺവെർസേഷൻ ഓഫ് ചിൽഡ്രൻ. രണ്ട് കുട്ടികൾ സംസാരിക്കുന്നത് നോക്കൂ. ഒരു കുട്ടി പറയുന്നതാണ്, ദിസ് വെറൈറ്റി ഈസ് സൽകീർത്തി. സി ദ പ്ലാന്റ് ഈസ് ഫുൾ ഓഫ് ഫ്രൂട്ട്സ്. ഡു യു സീ ദാറ്റ്? നോക്കൂ, ഈ വെണ്ട എന്താണ്, സൽകീർത്തി എന്ന് പറയുന്ന വിഭാഗത്തിൽ പെട്ടതാണ്. ഇത് മുഴുവനായിട്ടും എന്താണ്, വിളഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ മറ്റു കുട്ടി പറയുകയാണ്, ഐ ഹാഡ് ഓൾസോ പ്ലാന്റഡ് സൽകീർത്തി ബട്ട് ദ yield is low. ഞാനും സൽകീർത്തി തന്നെയാണ് നട്ടത്, പക്ഷെ എന്റെ വിളവ് കുറവാണ്. ബോത്ത് ഓഫ് ദം പ്ലാന്റഡ് ദ സെയിം വെറൈറ്റി ഓഫ് ലേഡീസ് ഫിംഗർ. ഈവൻ ദെൻ ദ yield ഫ്രം ദ പ്ലാന്റ് ഓഫ് വൺ ചൈൽഡ് ഈസ് ലോ. വാട്ട് മേ ബി ദ റീസൺ? രണ്ടുപേരും ഒരേ വർഗത്തിൽപ്പെട്ട ഒരേ സാധനം തന്നെ, സൽകീർത്തി എന്ന് പറയുന്ന ലേഡീസ് ഫിംഗറിന്റെ അതേ ഇനം തന്നെയാണ് നട്ടതെങ്കിലും ഒരാൾക്ക് വിളവ് കൂടാനും മറ്റൊരാൾക്ക് വിളവ് കുറയാനും എന്തായിരിക്കും കാരണം? Can good quality seeds alone give a better yield? What other things are to be considered for a better yield? Write them in the science diary. അപ്പോ വിത്തിൽ മാത്രം കാര്യമില്ല അല്ലെ, രണ്ടുപേരും ഒരേ വിത്താണ് നട്ടതെങ്കിലും എന്താണ്, ചെടി നല്ലതുപോലെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് വേറെയും ചില കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയുണ്ട് മക്കളെ? ഫെർട്ടൈൽ സോയിൽ, വളക്കൂറുള്ള മണ്ണ് വേണം. പെസ്റ്റ് കൺട്രോൾ, നല്ല കീടാണുക്കളെ നിയന്ത്രിക്കണം. അതുപോലെ വീഡ് കൺട്രോൾ, കള നിയന്ത്രിക്കണം. ഗുഡ് ക്ലൈമറ്റ്, നല്ല കാലാവസ്ഥയായിരിക്കണം. പ്രോപ്പർ മാനുവറിങ്, നല്ലതുപോലെ എന്താണ്, വളപ്രയോഗം നടത്തണം. പ്രോപ്പർ ഇറിഗേഷൻ, നല്ല അത്യാവശ്യത്തിനുള്ള ജലലഭ്യത ഉറപ്പുവരുത്തണം. ഇക്കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഒരു വിളവ് നല്ലതുപോലെ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതിലെ ആദ്യത്തെ ഘടകമായ ഫെർട്ടൈൽ സോയിലിനെ കുറിച്ച് നമുക്ക് നോക്കാം. പ്രോപ്പർ അപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഈസ് റിക്വയർഡ് ഫോർ ബെറ്റർ yield. കൃത്യമായിട്ടുള്ള വളപ്രയോഗം എന്താണ്, നല്ല വിളവ് ലഭിക്കുന്നതിന് അത്യാവശ്യമാണ്. Which are the fertilizers commonly used by the farmers of your locality? List them after conducting an interview with farmers of your locality. നിങ്ങളുടെ പ്രദേശത്തുള്ള കർഷകർ അധികം ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണെന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. കൗഡങ്, യൂറിയ, അതുപോലെ കമ്പോസ്റ്റ് മാനുവർ, ബോൺ മീൽ, ഗ്രീൻ മാനുവർ, ഫിഷ് മാനുവർ, പോൾട്രി ഡ്രോപ്പിംഗ്സ്, ഗോഡ് ഡ്രോപ്പിംഗ്സ്. ഇതെല്ലാം കർഷകർ അധികമായിട്ടും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വളങ്ങളാണ്. ക്ലാസിഫൈ ദ ഫെർട്ടിലൈസേഴ്സ് ഇൻ ടു ഓർഗാനിക് ആൻഡ് കെമിക്കൽ ബൈ എക്സാമൈനിങ് യുവർ ലിസ്റ്റ് ആൻഡ് പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ നമുക്ക് യൂറിയ, കമ്പോസ്റ്റ്, NPK മിക്സ്ചർ, ബോൺ മീല്, ചിക്കൻ മാനുവർ ഇതിന്റെയൊക്കെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. കൂടാതെ നമ്മൾ കുറച്ച് വളങ്ങൾ എഴുതുകയും ചെയ്തല്ലോ. അതില് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയെന്ന് തരംതിരിച്ച് എഴുതണം. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾ ആണ് കൗഡങ്, ചിക്കൻ മാനോ, കമ്പോസ്റ്റ്, ബോൺ മീൽ തുടങ്ങിയവ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾ ആണ് യൂറിയ, NPK മിക്സ്ചർ, അമോണിയം നൈട്രേറ്റ്, സൂപ്പർ ഫോസ്ഫേറ്റ് തുടങ്ങിയിട്ടുള്ളവ. ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആരാണ്? ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഡോക്ടർ MS സ്വാമിനാഥൻ ആണ് അല്ലെ. ഡോക്ടർ MS സ്വാമിനാഥൻ ഈസ് ആൻ അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ് നോൺ ആസ് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇൻ ഇന്ത്യ. He had developed high yielding seeds and popularized them among farmers and thereby achieved a leap in the area of food production. The efforts made by him helped to overcome poverty in most of the Southeast Asian countries. He was awarded with Matsasai World Food Prize and Padma Bhushan. അപ്പോൾ ഇന്ത്യയിലെ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്നറിയപ്പെടുന്ന സയന്റിസ്റ്റ് ആണ് ഡോക്ടർ MS സ്വാമിനാഥൻ. അദ്ദേഹം ഒരു അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം വ്യത്യസ്ത തരത്തിലുള്ള ഹൈ yielding ആയിട്ടുള്ള വിത്തുകളൊക്കെ കണ്ടുപിടിക്കുകയും അത് പോപ്പുലറൈസ് ചെയ്യുകയും ചെയ്തു. കർഷകർക്കിടയിൽ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല ഭക്ഷ്യോൽപാദനത്തിൽ വലിയ വർധനവ് തന്നെ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ഉണ്ടാക്കി. അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളെ കൊണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രികളിലേക്ക് ദാരിദ്ര്യം ഒരുപാട് ഓവർകം ചെയ്യാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിന് മാക്സസൈ, പിന്നെ അതുപോലെ വേൾഡ് ഫുഡ് പ്രൈസ്, അതുപോലെ പത്മഭൂഷൺ എന്നീ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. The characteristics of organic fertilizers and chemical fertilizers are given in the table below.
അനലൈസ് ദ ടേബിൾ ആൻഡ് റെക്കോർഡ് യുവർ ഒബ്സർവേഷൻസ് ഇൻ ദ സയൻസ് ഡയറി. നമുക്ക് താഴെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന്റെയും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെയും എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് തന്നിട്ടുണ്ട്, അത് നോക്കാം. ഒപ്റ്റൈൻഡ് ഫ്രം ഓർഗാനിക് മാറ്റർ. എവിടെ നിന്നാണ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് കിട്ടുന്നത്? ഓർഗാനിക് മാറ്റേഴ്സിൽ നിന്നാണ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസ്ഡ് ഫ്രം കെമിക്കൽ ഇൻഡസ്ട്രിയലി, കെമിക്കൽസ് ബൈ ഇൻഡസ്ട്രിയലി. ഓക്കെ. പിന്നെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിന് റിക്വയർഡ് ഇൻ ഹൈ ക്വാണ്ടിറ്റി, കൂടുതൽ അളവിൽ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കൊടുക്കണം. എന്നാൽ കെമിക്കൽ ഫെർട്ടിലൈസർ ആണെങ്കിൽ റിക്വയർഡ് ഇൻ ലെസർ ക്വാണ്ടിറ്റി, വളരെ കുറച്ച് മതിയാവും. പിന്നെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആർ നോട്ട് ഹാർംഫുൾ ടു സോയിൽ, മണ്ണിന് ഒരു ദോഷവും ചെയ്യാത്ത ഫെർട്ടിലൈസേഴ്സ് ആണ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എക്സസ് യൂസ് ഡിസ്ട്രോയ്സ് സോയിൽ സ്ട്രക്ചർ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിൽ അമിതമായിട്ടുള്ള ഉപയോഗം എന്താണ്? മണ്ണിന്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കും. ഇനി ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൽ കനോട്ട് ബി സപ്ലൈഡ് ആസ് എ സിംഗിൾ കോമ്പണന്റ്, ഒരൊറ്റ ഘടകം മാത്രമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. കെമിക്കൽ ഫെർട്ടിലൈസർ ആണെങ്കിൽ കോമ്പണന്റ്സ് ക്യാൻ ബി സപ്ലൈഡ് ആസ് പെർ റിക്വയർമെന്റ്. നമുക്ക് ഏത് ഘടകമാണോ മണ്ണിന് കുറവുള്ളത്, അല്ലെങ്കിൽ ആ വിളവിന് ഏത് ഘടകമാണോ വേണ്ടത്, ആ ഒരു ഘടകം മാത്രമാക്കിയിട്ട് കെമിക്കൽ ഫെർട്ടിലൈസറിന് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓർഗാനിക് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഹാവ് ദയർ ഓൺ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. Farmers of our state follow a mixed method of applying more of organic fertilizers and lesser quantity of chemical fertilizers. Farmers also use microbial fertilizers for better yield. ഇപ്പോൾ ഓർഗാനിക് ഫെർട്ടിലൈസർ ആയാലും കെമിക്കൽ ഫെർട്ടിലൈസർ ആയാലും രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഗുണവും ഉണ്ട്, ദോഷവും ഉണ്ട്. ഇന്ത്യയിലുള്ള ആളുകൾ, കർഷകർ വളരെ കുറഞ്ഞ അളവിൽ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് സമ്മിശ്രമായിട്ടുള്ള വളപ്രയോഗമാണ് നടത്തുന്നത്. അതായത് കൂടുതൽ ഓർഗാനിക് ഫെർട്ടിലൈസറും അതിലേക്ക് കുറച്ചളവിൽ കെമിക്കൽ ഫെർട്ടിലൈസറും ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ് കർഷകർ പ്രയോഗിക്കുന്നത്. അത് കൂടാതെ മൈക്രോബയൽ ഫെർട്ടിലൈസർ കൂടുതൽ വിളവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നത്തെ കാലത്ത് മൈക്രോബയൽ ഫെർട്ടിലൈസറും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് മൈക്രോബയൽ ഫെർട്ടിലൈസർ എന്ന് നമുക്ക് നോക്കാം. Microbial fertilizer. In this method of application of fertilizer, microbes are used as fertilizers. Pseudomonas and Azospirillum are examples of microbial fertilizers. ഇതില് മൈക്രോബ്സിനെയാണ്, അതായത് ജീവാണുക്കളെയാണ് എന്താണ് വളമായിട്ട് ഉപയോഗിക്കുന്നത്. അത്തരത്തിലുള്ള മൈക്രോബിയൽ ഫെർട്ടിലൈസറിന് എക്സാമ്പിൾ ആണ് സ്യൂഡോമോണാസും അസോസ്പൈറലവും ഒക്കെ. ഇനി ഫെർട്ടൈൽ സോയിൽ പോലെ തന്നെ മറ്റൊരു ഘടകമാണ് എന്ത്? പെസ്റ്റ് കൺട്രോൾ എന്നുള്ളത്. Pest infestation in plants is a major issue faced by farmers. How can pest infestations be controlled? Listen to the conversation given below. അപ്പൊ കർഷകർ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാടാണ് എന്ത്? കൃഷി ചെയ്യുന്ന വിളകളിലൊക്കെ പെസ്റ്റ് വരിക, കീടാണുക്കൾ വരിക എന്നുള്ളത്. താഴെ 4 കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. നോക്കൂ. ഒരാൾ പറയുന്നത്, ഐ സ്പ്രേ കെമിക്കൽ പെസ്റ്റിസൈഡ് വെൽ, സോ നോട്ട് എ സിംഗിൾ പെസ്റ്റ് ഇൻ മൈ ക്രോപ്സ്. ഞാൻ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് അടിക്കാറുണ്ട്, അതുകൊണ്ട് എന്റെ വിളയിൽ എന്താണ്, ക്രോപ്സിൽ ഒരു പെസ്റ്റ് പോലും ഇല്ല. ഐ സ്പ്രേ ടൊബാക്കോ ഡിക്കോഷൻ, ഐ കുഡ് കൺട്രോൾ പെസ്റ്റ് ടു സം എക്സ്റ്റെന്റ്. ഞാൻ പുകയില കഷായമാണ്, വേപ്പിൻ കഷായമാണ് അടിക്കാറ്, അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. മൂന്നാമത്തെ ആൾ പറയുന്നത്, പെസ്റ്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് ലൈറ്റ് ട്രാപ്പ് വെച്ചും, അതായത് നമ്മുടെ വിളക്ക് കണി വെച്ചും എന്താണ്, കീടങ്ങളെ നമുക്ക് നശിപ്പിക്കാം. നാലാമത്തെ പറയുന്നത് നോക്കൂ, ഐ ലവ് പെസ്റ്റ്, ഐ വിൽ ഈറ്റ് ആസ് മെനി ആസ് ഐ ക്യാൻ. എനിക്ക് കീടങ്ങളെ വളരെ ഇഷ്ടമാണ്, പെസ്റ്റിനെ വളരെ ഇഷ്ടമാണ്, പ്രാണികളെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എന്നെ കൊണ്ട് ആവുന്ന അത്രയും പ്രാണികളെ തിന്ന് നശിപ്പിക്കും. അതൊരു നാച്ചുറൽ പെസ്റ്റ് കൺട്രോൾ ആണ് അല്ലെ, ഫ്രോഗ് എന്ന് പറയുന്നത്. ഹാവിംഗ് ടു ലിസൺ വാട്ട് ഈച്ച് ഓഫ് ദം സെഡ്, റൈറ്റ് ഡൗൺ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ഇൻ പ്ലാന്റ്സ്. ചെടികളിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള പെസ്റ്റ് കൺട്രോൾ, നമ്മൾ സ്വീകരിക്കുന്ന പെസ്റ്റ് കൺട്രോൾ മാർഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇനി നോക്കാനായിട്ടുള്ളത്. പെസ്റ്റ് കൺട്രോൾ മെത്തേഡ് 3 തരത്തിലുണ്ട്. ആദ്യത്തേത് ബയോളജിക്കൽ കൺട്രോൾ ആണ്. ലേഡി ബഗ് ഈസ് ആൻ ഇൻസെക്ട് വിച്ച് ഈറ്റ്സ് ദ പെസ്റ്റ് ദാറ്റ് ഗ്രോ ഓൺ പ്ലാന്റ്സ്. ഇപ്പോൾ ചെടികളിൽ വളരുന്ന പ്രാണികളെ കഴിക്കുന്ന ഒരു പ്രാണിയാണത് ലേഡി ബഗ്. ട്രൈക്കോഗ്രാമ ഈസ് അനദർ ഫ്രണ്ട്ലി ഇൻസെക്ട് ഓഫ് ദ സ്കൈൻ. അതുപോലെയുള്ള മറ്റൊരു ഇൻസെക്ട് ആണ് ട്രൈക്കോഗ്രാമ. Similarly, frog, mabuya, calotus, bug, etc. feed on pests which infest crops. അതുപോലെ തന്നെ വിളകൾ നശിപ്പിക്കുന്ന മറ്റു പ്രാണികളെ കഴിക്കുന്ന ജീവികളാണ് ഫ്രോഗും, മബോയയും, കാലോട്ടസും, ബഗ്സും ഒക്കെ. ദിസ് കൈൻഡ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ഈസ് കോൾഡ് ബയോളജിക്കൽ കൺട്രോൾ. ഇത്തരത്തിൽ നാച്ചുറൽ ആയിട്ടുള്ള ജീവികള് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയോളജിക്കൽ കൺട്രോളിലൂടെ ഉദ്ദേശിക്കുന്നത്. വെൻ പെസ്റ്റിസൈഡ്സ് ആർ അപ്ലൈഡ്, ദീസ് ഫ്രണ്ട്ലി ഏജന്റ് ഓൾസോ ഗെറ്റ് ഡിസ്ട്രോയ്ഡ് അലോങ് വിത്ത് ദ പെസ്റ്റ്. നമ്മൾ പെസ്റ്റിസൈഡ്സ് അടിക്കുകയാണെങ്കിൽ, കീടനാശിനികളൊക്കെ അടിക്കുകയാണെങ്കിൽ ആ കീടങ്ങൾ പോകുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ബയോളജിക്കൽ കൺട്രോളിലൂടെ കീടങ്ങളെ കൊല്ലുന്ന ഈ ജീവികളും എന്താണ്, നശിച്ചു പോകുന്നുണ്ട്. അടുത്ത മെത്തേഡ് മെക്കാനിക്കൽ കൺട്രോൾ ആണ്.
Have you noticed the gold colored fly which destroys the fruit, certain vegetable plants? Let's learn a trick to control these flies. പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നശിപ്പിക്കുന്ന ഒരു ഗോൾഡ് കളേർഡ് ആയിട്ടുള്ള ഫ്ലൈയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ കൊല്ലുന്ന അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന ഒരു കൺട്രോളിംഗ് മെത്തേഡാണ് ഇനി നോക്കാൻ പോകുന്നത്. ക്രഷ് എ ഹാൻഡ്ഫുൾ ഓഫ് basil leaves and put it in a steel plate. Observe the plate after a while. Can you see the gold colored flies approaching the plate, attracted by the smell of basil leaves? Vegetable plants can be protected by destroying these flies. This method of controlling pests by removing them manually or using trap is called mechanical control. ഒരു കൈപ്പിടി നിറയെ തുളസിയില എടുത്തിട്ട് അത് ചതച്ച് അല്ലെങ്കിൽ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് നിങ്ങൾ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഇട്ട് വെക്കുക. കുറച്ച് സമയത്തിന് ശേഷം അതിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഗോൾഡ് കളർഡ് ആയിട്ടുള്ള ഫ്ലൈസ് ഒക്കെ ഇതിൽ വന്നിരിക്കുന്നതായിട്ട് കാണാം. എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഈ തുളസിയിലയുടെ സ്മെല്ല് അട്രാക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ വന്നിരിക്കുമ്പോൾ നമുക്ക് ഇതിനെ മാനുവലി കൈകൊണ്ട് എന്താ കൊല്ലുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെണികളൊക്കെ വെച്ച് കൊല്ലുകയോ ചെയ്യാം. അപ്പൊ ഇത്തരത്തിൽ കെണി വെച്ചോ അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ടോ ഒക്കെ മാനുവൽ ഒക്കെ പെസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ മെക്കാനിക്കൽ കൺട്രോൾ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിറമോൺ ട്രാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദിസ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അപ്പൊ മാർക്കറ്റിൽ ഇന്ന് ലഭിക്കുന്ന ഒരു ട്രാപ്പാണ് ഫിറമോൺ ട്രാപ്പ്. ഇത് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോളിന് എക്സാമ്പിൾ ആണ്. അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് Pesticides are of two types, chemical pesticides and organic pesticides. Chemical pesticides organical pesticides എന്നിങ്ങനെ രണ്ടാക്കിയിട്ട് നമ്മൾ പെസ്റ്റിസൈഡ്സിനെ തരം തിരിച്ചിട്ടുണ്ട്. അതിൽ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, ദീസ് ആർ പെസ്റ്റിസൈഡ്സ് പ്രിപ്പയർഡ് യൂസിങ് കെമിക്കൽ സബ്സ്റ്റൻസസ്. കെമിക്കൽ സബ്സ്റ്റൻസസ് ഉപയോഗിച്ച് പ്രിപ്പയർ ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ് ആണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. പിന്നെ രണ്ടാമത്തത് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ് ആണ്. Organic pesticides are comparatively less harmful than chemical pesticides. Tobacco decoction, neem oil emulsion, garlic kandari, that means chili mixture, etc. are some organic pesticides. Many organic pesticides are available in the markets nowadays. Let's prepare an organic pesticide. അപ്പോൾ ഓർഗാനിക് പെസ്റ്റിസൈഡ് എന്ന് വെച്ചാൽ നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡിനെ അപേക്ഷിച്ച് വളരെയധികം ലെസ് ഹാംഫുൾ ആണ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്. അതായത് പ്രകൃതിക്ക് അധികം ഒന്നും ദോഷം ചെയ്യുന്നില്ല. അതിന് എക്സാമ്പിൾസ് ആണ് ടൊബാക്കോ ഡിക്കോഷനും നീം ഓയിൽ എമൽഷനും ഗാർലിക് കാന്താരി മിക്സ്ചറും ഒക്കെ. ഇനി അടുത്തത് ടൊബാക്കോ ഡിക്കോഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പുകയില കഷായാണ് കേട്ടോ. അതിനെ കുറിച്ച് അത് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ മെത്തേഡാണ് തന്നിട്ടുള്ളത്. Chop 100 gram of tobacco and soak it in 1.5 liters of water for a day. Squeeze it and filter it. Dissolve 10 gram of washing soap in it. Tobacco decoction is ready now. Dilute by adding twice the quantity of water and spray on plants. 100 gram പുകയിലയിൽ 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് ഒരു ദിവസം കുതിർക്കാനായിട്ട് വെക്കുക. എന്നിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതിലേക്ക് 10 ഗ്രാം വാഷിംഗ് സോപ്പ് ആഡ് ചെയ്യുക. അപ്പൊ നമ്മളുടെ ടൊബാക്കോ ഡിക്കോഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി അതെന്ത് ചെയ്യുക? എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിന്റെ ഇരട്ടി വെള്ളം എടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം പ്ലാന്റ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ. Shouldn't weeds also be controlled for getting a good yield? How can weeds be controlled? Right in the science diary. ഇനി പെസ്റ്റ് പോലെ തന്നെ വീഡ്സും അതായത് നമ്മുടെ കളകളും നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് നല്ല വിളവ് ലഭിക്കണമെങ്കിൽ. അപ്പൊ എങ്ങനെയൊക്കെയാണ് വീഡ് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് പറ്റും മക്കളെ? Application of weedicides, picking weeds by hand, by chopping and dropping weeds. 3 മെത്തേഡുകളാണ് പറഞ്ഞത്. ഒന്നുകിൽ നമുക്ക് വീഡ്സൈഡ്സ് അപ്ലൈ ചെയ്യാം, അതായത് നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന കളനാശിനികൾ ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് പറിച്ചു മാറ്റാം അല്ലെങ്കിൽ വെട്ടിമാറ്റാം. Suitable climate also influences agriculture. Therefore, we need to cultivate crops that are suitable to the climate. ഇതുപോലെ തന്നെ നല്ല കാലാവസ്ഥയും കൃഷിയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ്. അതുകൊണ്ട് ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ വിളകൾ വേണം നമ്മൾ കൃഷി ചെയ്യാനായിട്ട്. So far, we have discussed various factors which helped in getting better yield. Hope you will consider them while farming. ഇനി ഇവിടെ ഒരു കുട്ടി പറയുന്നത് നോക്കൂ. I too want to become a good farmer. Where shall I farm? എനിക്കും ഒരു നല്ല കർഷകനാവണം. എവിടെയൊക്കെ എനിക്ക് കൃഷി ചെയ്യാനാവും? കിച്ചൺ ഗാർഡൻ അറ്റ് ഹോം, ടെറസ്, വെജിറ്റബിൾ ഗാർഡൻ ഇൻ ദ സ്കൂൾ, ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഇൻ ദ സ്കൂൾ. ഇതെല്ലാം നമുക്ക് കുറഞ്ഞ ചെലവിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റുന്ന സ്ഥലങ്ങളാണ്. Which are the methods you have learned so far to put saplings? Hope you will try to develop the biodiversity park in your school by producing high quality saplings through these methods. Record the activities you have done for this in the science diary. അപ്പോൾ നമ്മൾ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ്, സാപ്ലിങ്സ് ഉണ്ടാക്കിയെടുക്കുന്ന ബഡ്ഡിങ്, ഗ്രാഫ്റ്റിംഗ് തുടങ്ങിയിട്ടുള്ള ഒത്തിരി ലെയറിംഗ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരുപാട് സാപ്ലിങ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ നല്ല വൈവിധ്യമാക്കി മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്.
അതുമാത്രമല്ല മൈ ഗ്രീൻ ഡയറി എന്ന് പറഞ്ഞിട്ട് അതിൽ എഴുതി വെക്കുകയും വേണം. അതിൽ നിങ്ങളുടെ നെയിമും ഏതാ ക്ലാസ് എന്നും പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സാപ്ലിംഗ് ഏതാണ്, അതിനെടുത്ത മെത്തേഡ് എന്താണ്, പിന്നെ ജൂലൈ ഓഗസ്റ്റ് മന്തിൽ, അതുപോലെ സെപ്റ്റംബർ ഒക്ടോബർ മന്തിൽ, നവംബർ മുതൽ ഡിസംബർ വരെയുള്ള മന്തിൽ ആ പ്ലാന്റിന് ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് എങ്ങനെയെന്നും എഴുതണം. ഇനി other agriculture sectors. Does agriculture means growing plants alone? Analyze the illustration given below. Find out various agricultural sectors and write them in the science diary. Collect maximum information related to this and conduct a quiz in your class. അപ്പൊ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നത് മാത്രമല്ല അഗ്രികൾച്ചർ, വേറെയും ഒരുപാട് സംഭവങ്ങൾ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് അഗ്രികൾച്ചറിൽ പെടും. അപ്പൊ അഗ്രികൾച്ചറൽ സെക്ടറിൽ വരുന്നതാണ് നോക്കൂ ഫ്ലോറികൾച്ചർ. ഫ്ലോറികൾച്ചർ എന്ന് വെച്ചാൽ ഗ്രോയിങ് ഫ്ലവേഴ്സ്, പൂക്കളുടെ കൃഷിയാണ്. അതുപോലെ എപ്പികൾച്ചർ എന്നാൽ റിയറിംഗ് ഹണി ബീസ്, തേനീച്ച വളർത്തലാണ്. പിന്നെ ക്യൂറി കൾച്ചർ എന്നാൽ റിയറിംഗ് റാബിറ്റ്സ്, മുയൽ വളർത്തലാണ്. മഷ്റൂം കൾച്ചർ എന്ന് വെച്ചാൽ കൾട്ടിവേറ്റിംഗ് മഷ്റൂം, കൂൺ കൃഷിയാണ്. പോൾട്രി ഫാമിംഗ് എന്ന് വെച്ചാൽ റിയറിംഗ് പോൾട്രി, അതായത് നമ്മുടെ കോഴിക്കൃഷി. പിന്നെ അതുപോലെ റീറിംഗ് കാറ്റില്, കാലികളെ വളർത്തുന്നത് ലൈഫ് സ്റ്റോക്ക് റീറിംഗ് എന്നാണ് അറിയാം. പിന്നെ പിസി കൾച്ചർ എന്ന് വെച്ചാൽ റീറിംഗ് ഫിഷസ്, മത്സ്യകൃഷി, മീൻ വളർത്തുന്നത് പിസി കൾച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ സെറികൾച്ചർ എന്ന് വെച്ചാൽ റീറിംഗ് സിൽക്ക്വാം, പട്ടുനൂൽ കൃഷിയാണ് സെറികൾച്ചർ. Hope you have understood different agricultural practices, preparation of high quality seeds and planting material, aspect to be considered in farm management and other agricultural sectors. Let's love farming and farmers and move ahead with modern agricultural practices. ഇനി നമുക്ക് ഇതിലെ ലെറ്റസ് അസസ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ 1, ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഡസ് നോട്ട് സ്യൂട്ട് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിനോട് സ്യൂട്ട് ചെയ്യാത്ത സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണ്, അതെടുത്ത് എഴുതുക. എ, ക്യാൻ ബി പ്രിപ്പയർഡ് അറ്റ് ഹോം, വീട്ടിലുണ്ടാക്കിയെടുക്കാം. ബി, റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്, വലിയ അമൗണ്ടിൽ വേണം. സി, ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ, മണ്ണിന്റെ ഘടനയെ നശിപ്പിക്കുന്നു. ബി, കാണ്ട് അപ്ലൈ ദ റിക്വയർഡ് കോമ്പോണന്റ് എലോൺ, ആവശ്യമുള്ള കമ്പോണന്റ് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതിൽ ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ എന്നുള്ളതാണ് ഓർഗാനിക് ഫെർട്ടിലൈസറുമായിട്ട് ബന്ധപ്പെടാത്ത സ്റ്റേറ്റ്മെന്റ്. ക്വസ്റ്റ്യൻ 2, മാച്ച് ദ ഫോളോയിങ്. താഴെ നമുക്ക് എപ്പികൾച്ചർ, ക്യൂണികൾച്ചർ, സെറികൾച്ചർ, പിസികൾച്ചർ, പിന്നെ അതുപോലെ റീറിംഗ് ഓഫ് ഫിഷ്, റീറിംഗ് ഓഫ് സിൽക്വം, റീറിംഗ് ഓഫ് ഹണി ബീസ്, റീറിംഗ് ഓഫ് റാബിറ്റ്സ് എന്നിങ്ങനെ തന്നിട്ടുണ്ട്. ഇതെങ്ങനെ മാച്ച് ചെയ്യാം മക്കളെ? എപ്പികൾച്ചർ എന്ന് വെച്ചാൽ റീറിംഗ് ഓഫ് ഹണി ബീസ് ആണ്. ക്യൂണികൾച്ചർ റീറിംഗ് ഓഫ് റാബിറ്റ്സ്, സെറികൾച്ചർ റീറിംഗ് ഓഫ് സിൽക്വം, പിസികൾച്ചർ റീറിംഗ് ഓഫ് ഫിഷസ്. തേർഡ് ക്വസ്റ്റ്യൻ, യു ഹാവ് ലേൺഡ് അബൌട്ട് ലെയറിംഗ്. നിങ്ങൾ ലെയറിംഗിനെ കുറിച്ച് പഠിച്ചല്ലോ. ക്വസ്റ്റ്യൻ എ, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ലെയറിംഗ് ഷോൺ ഇൻ ദ ഫിഗർ. ഫിഗറിൽ കാണിച്ചിട്ടുള്ള ലെയറിംഗ് അത് ഏത് മെത്തേഡാണ് മക്കളെ? സെർപെന്റൈൻ ലെയറിംഗ് ആണ്, അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെയറിംഗ് എന്ന് എഴുതിയാലും മതി കേട്ടോ. ക്വസ്റ്റ്യൻ ബി, വൈ ലെയറിംഗ് ഇൻ ദിസ് വേ, അറ്റ് വിച്ച് പൊസിഷൻ ഷുഡ് വി കട്ട് ദ പ്ലാന്റ്, എ, ബി ഓർ സി. ഇങ്ങനെ ലെയർ ചെയ്യുമ്പോൾ പ്ലാന്റിന്റെ എ, ബി, സി 3 പാർട്ട് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് പുതിയ സാപ്ലിംഗ് ആക്കി മാറ്റേണ്ടത്? ഈ റൂട്ട് വന്നിരിക്കുന്ന ഭാഗമായ ബി എന്ന ഭാഗമാണ് മാറ്റേണ്ടത്. Question 4, look at the picture. Question A, identify stalk and scion from A and B. ഈ ചിത്രത്തിലെ സ്റ്റോക്ക് ഏതാണ്, സയൺ ഏതാണ്? അപ്പോൾ ഒരു ചെടിയുടെ പിക്ചർ ആയിട്ടുള്ള, അതായത് റൂട്ട് ഉള്ള ചെടിയായിട്ടുള്ള ബി ആണ് റൂട്ട് സ്റ്റോക്ക്, അതുപോലെ എ ആണ് സയൻ. ബി, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് അറ്റാച്ചിങ് ദ സ്റ്റെം ഓഫ് മൽഗോവ ടു ദ ലോക്കൽ വെറൈറ്റി ഓഫ് മാംഗോ ട്രീ. നമ്മുടെ നാടൻ വെറൈറ്റിയിലേക്ക് മൽഗോവ മാമ്പഴത്തിന്റെ തൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? You will get a new quality seedling. This seedling can produce more and harvest faster. നിങ്ങൾക്ക് കൂടുതൽ ഗുണമേന്മയോട് കൂടിയിട്ട് പുതിയൊരു തൈ കിട്ടുകയും മാത്രമല്ല ഈ തൈ പെട്ടെന്ന് തന്നെ വിളവ് തരികയും ഒരുപാട് വിളവ് തരികയും ചെയ്യുന്നു. Is there any merit in attaching the stem of a local variety of mango tree to the same variety? ഒരു നാടൻ മാവ് അതേ നാടൻ മാവിന്റെ വെറൈറ്റിയിൽ തന്നെ ഒട്ടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും മെറിറ്റ് ഉണ്ടോ? ഇല്ല അല്ലെ. അത് രണ്ടിനും ഒരേ ഗുണമേന്മ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ പ്രത്യേകിച്ച് മേന്മ ഒന്നും ഇല്ല. Question 5, list different methods of pest control. Give examples for each type. വ്യത്യസ്ത തരത്തിലുള്ള പെസ്റ്റ് കൺട്രോൾസ് എഴുതണം, ഓരോന്നിനും ഓരോ എക്സാമ്പിൾസും കൊടുക്കണം. സോ ആദ്യത്തേത് ബയോളജിക്കൽ കൺട്രോൾ ആണ്, അതിന് എക്സാമ്പിൾ ആണ് ലേഡി ബഗ്. ദെൻ സെക്കൻഡ് മെക്കാനിക്കൽ കൺട്രോൾ, അതിന് എക്സാമ്പിൾ ആണ് ഫിറമോൺ ട്രാപ്പ്. ദെൻ പെസ്റ്റിസൈഡ്സിൽ 2 വരുന്നുണ്ട്. ഓർഗാനിക് പെസ്റ്റിസൈഡിന് എക്സാമ്പിൾ നിങ്ങൾക്ക് ടൊബാക്കോ ഡിക്കോഷനോ നീം ഓയിൽ എമൽഷനോ എന്തെങ്കിലും എഴുതാം. പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസർ ആണ്, അതിന് DDTയോ അല്ലെങ്കിൽ ഹെർബിസൈഡ്സോ ഒക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ പാഠഭാഗത്തിൽ ചെയ്തു നോക്കാനായിട്ടുള്ളത്. ചെയ്ത ക്വസ്റ്റ്യൻസും അതുപോലെ പാഠഭാഗത്തെല്ലാം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു.
വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിനെ വീണ്ടും കാണാം. താങ്ക് യു.